അധ്യായം 35 സലായതന സംയുക്ത. 6 ആയതനങ്ങളെക്കുറിച്ചിട്ടുള്ള സംയുക്തം, അതാണ് ഇത്. ഇവിടെ സലായതനം എന്ന് പറയുമ്പോൾ 6 ആയതനം. ആയതനം എന്ന വാക്കിൻ്റെ അർത്ഥം 6 വാതിൽ എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ 5 വാതിലുകളുണ്ട്. 6ാമത്തെ വാതിൽ എന്ന് പറയുന്നത് മനസ്സാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഈ ലോകത്തെ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത്. എന്തൊക്കെയാണ് ഈ 6 ആയതനങ്ങൾ? കണ്ണ്, മൂക്ക്, നാവ്, ചെവി, ശരീരം, അതേപോലെ തന്നെ മനസ്സ്. ഇതാണ് 6 ആയതനങ്ങൾ. ഇനി 2 തരത്തിലുള്ള ആയതനങ്ങൾ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ 6 ആയതനങ്ങൾ അത് ഉള്ളിലെ ആയതനങ്ങൾ. ഇനി വെളിയിലെ 6 ആയതനങ്ങൾ ഉണ്ട്. അതായത് കണ്ണിൻ്റെ ആയതനം എന്ന് പറയുന്നത് രൂപമാണ്, അതായത് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും. അപ്പോൾ വെളിയിലും 6 ആയതനങ്ങളുണ്ട്. ഉള്ളിലെ 6 ആയതനങ്ങൾക്ക് വിഷയമായിട്ടുള്ള 6 ആയതനങ്ങൾ വെളിയിലുണ്ട്. അതായത് രൂപം, ഗന്ധം, രസം, ശബ്ദം, സ്പർശവ്യ പദാർത്ഥം, മനസ്സിൻ്റെ ധർമ്മം. ഇതൊക്കെയാണ് 6 വെളിയിലുള്ള ആയതനങ്ങൾ. ഇതിൽ നമ്മൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അർഹന്തനാകാൻ വേണ്ടി അല്ലെങ്കിൽ മുക്തി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് പറയുമ്പോൾ, നേരത്തെ നമ്മൾ 5 സ്കന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു. 5 സ്കന്ധങ്ങൾ വളരെ സൂക്ഷ്മമാണ്. അതിലെ രൂപസ്കന്ധം ഒഴിച്ചിട്ട് ബാക്കിയുള്ള മനസ്സിലെ 4 സ്കന്ധങ്ങൾ വളരെ സൂക്ഷ്മമാണ്. അപ്പോൾ അതിൽ ജോലി ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ 6 ആയതനങ്ങൾ വളരെ എളുപ്പമാണ്. കാരണം ഇവിടെ മനസ്സിനെ ഒന്നായിട്ടാണ് എടുക്കുന്നത്. അവിടെ മനസ്സിനെ 4 ഭാഗമായിട്ട് വിഭജിച്ചു: വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം. ഇവിടെ പക്ഷേ നമ്മൾ മനസ്സിനെ ഒന്നായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്. 1 അനിത്യം. ഇപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഉള്ളിലെ 6 ആയതനങ്ങളെക്കുറിച്ചിട്ടാണ്. ഭിക്ഷുക്കളെ, കണ്ണ് അനിത്യമാണ്. ഏതെന്ന് അനിത്യമാണോ അത് ദുഃഖമാണ്. ഏതെന്ന് ദുഃഖമാണോ അത് അനാത്മകമാണ്. അതിനാൽ ഇതിനെ ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി ഇങ്ങനെ അറിയണം: ഇത് എൻ്റേതല്ല, ഞാൻ ഇതല്ല, ഇത് എൻ്റെ ആത്മാവല്ല എന്ന്. അതായത് ഈ ഒരൊറ്റ അഭ്യാസം കൊണ്ട് തന്നെ നമ്മൾ മുക്തരാകും. അതേപോലെ തന്നെ കാത്, മൂക്ക്, നാവ്, ശരീരം, മനസ്സ്, ഇതെല്ലാം അനിത്യമാണ്. അനിത്യമായതിനാൽ അത് ദുഃഖമാണ്. അനിത്യവും ദുഃഖവും അത് ഞാൻ, എൻ്റെ എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. അതിനാൽ ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി അറിയണം: ഇത് എൻ്റേതല്ല, ഇത് ഞാനല്ല, ഇത് എൻ്റെ ആത്മാവല്ല. ഇങ്ങനെ കാണുന്ന സമയത്ത് എന്തു പറ്റും? ഭിക്ഷുവിന് ഈ 6 ഉള്ളിലെ ആയതനങ്ങളോട് രാഗമില്ലായ്മ ഉണ്ടാകും. അതായത് ആസക്തി ഇല്ലാതാകും. രാഗമില്ലായ്മ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ആസക്തി ഇല്ലാതാകും. ആസക്തി ഇല്ലാതായി കഴിഞ്ഞാൽ ആ വ്യക്തി മുക്തനാവും. ബന്ധനം എന്ന് പറയുന്നത് ഈ ആയതനങ്ങളോടുള്ള ഒട്ടിപ്പിടിക്കൽ തന്നെയാണ് ബന്ധനം. അതിൽ നിന്ന് വിടുതലാണ് മുക്തി എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെയാണ് അടുത്ത സൂത്രത്തിൽ പറയുന്നത് 2. നേരത്തെ പറഞ്ഞു അനിത്യമാണെന്ന് പറഞ്ഞു. ഇനി ഉള്ളിലുള്ള 6 ആയതനം ദുഃഖമാണ്. അപ്പോൾ ഏതൊന്ന് ദുഃഖമാണോ അത് അനാത്മകമാണ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അതിനോട് രാഗമില്ലാതാകുന്നു, ആസക്തി ഇല്ലാതാകുന്നു. അങ്ങനെ ആ വ്യക്തി മുക്തനാകുന്നു. അപ്പോൾ നമ്മൾ അനിത്യം മാത്രം അറിഞ്ഞു കഴിഞ്ഞാലും അർഹന്തനാവും, അല്ലെങ്കിൽ ദുഃഖം മാത്രം എന്ന് അറിഞ്ഞു കഴിഞ്ഞാലും അർഹന്തനാവും. ഇനി അടുത്തതായിട്ട് ഈ ഉള്ളിലെ 6 ആയതനങ്ങളും അനാത്മകമാണ്. അനാത്മകമായതുകൊണ്ട് അത് ദുഃഖമാണ്. അതിനാൽ അതിനെ ഞാൻ, എൻ്റെ എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഇന്ദ്രിയങ്ങളോട് ആസക്തി ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ വിമുക്തനാകുന്നു. ഇനി നമ്മൾ ഇപ്പോൾ 6 ഉള്ളിലെ ആയതനങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി പുറത്തുള്ള 6 ആയതനങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഓരോന്നും മുക്തിയിലേക്കുള്ള വഴിയാണ്. 6 വെളിയിലുള്ള ആയതനങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതായത് ഉള്ളിലുള്ള ഇന്ദ്രിയങ്ങളുടെ വിഷയമാണ് വെളിയിലുള്ള 6 വിഷയങ്ങൾ. അതിനെയാണ് വെളിയിലുള്ള ആയതനം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? രൂപം, അത് അനിത്യമാണ്, അനാത്മകമാണ്, അതിനാൽ ദുഃഖമാണ്. അതേപോലെ തന്നെ ശബ്ദം, ഗന്ധം, രുചി, സ്പർശവ്യ പദാർത്ഥം, മനസ്സിൻ്റെ ധർമ്മം, ഇതെല്ലാം അനിത്യമാണ്, അതിനാൽ ദുഃഖമാണ്, അതിനാൽ അനാത്മകമാണ്. ഇങ്ങനെ അറിയുന്ന സമയത്ത് എന്ത് പറ്റും? അതിനോടുള്ള രാഗമില്ലാതാകും. രാഗം ഇല്ലാതായി കഴിഞ്ഞാൽ ആസക്തി ഇല്ലാതാകും. ആസക്തി ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ മുക്തരാകും. ഇനി അതേപോലെ തന്നെ വെളിയുള്ള 6 ആയതനങ്ങൾ ദുഃഖമാണ്. ദുഃഖമായതിനാൽ അനാത്മകമാണ്. അതിനാൽ അതിൽ ഒട്ടും തന്നെ രാഗം പാടില്ല. ഇനി അതേപോലെ തന്നെ വെളിയുള്ള ഈ 6 ആയതനങ്ങൾ
അനാത്മകമാണ്, അതായത് ഞാനല്ല, എൻ്റെയല്ല. അതിനാൽ അതും ദുഃഖമാണ്. ഇനി ഇതേ കാര്യം തന്നെ ഉള്ളിലുള്ള 6 ആയതനങ്ങൾ അത് 3 സമയത്തും അനിത്യമാണ്. അതായത് ഭൂതത്തിലെ ഏതൊക്കെ 6 ആയതനങ്ങൾ നമ്മൾക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നോ അത് അനിത്യമാണ്. വർത്തമാനകാലത്തിലെ 6 ആയതനങ്ങൾ അത് അനിത്യമാണ്. ഭാവിയിലെ 6 ആയതനങ്ങൾ അതും അനിത്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്കതിനോട് രാഗമില്ലാതാകുന്നു. രാഗമില്ലാതാകുന്ന സമയത്ത് ആസക്തി നഷ്ടമാകുന്നു. ആസക്തി നഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ മുക്തരാകുന്നു. അതേപോലെ തന്നെ ഉള്ളിലുള്ള ആയതനങ്ങൾ അത് 3 സമയത്തും ദുഃഖമാണ്. ഭൂതത്തിലും പ്രസൻറ്റിലും അതേപോലെ തന്നെ ഭാവിയിലും. അതേപോലെ തന്നെയാണ് ഉള്ളിലുള്ള ഈ 6 ആയതനങ്ങൾ 3 സമയത്തും വർത്തമാനത്തിലും ഭൂതത്തിലും ഭാവിയിലും അനാത്മകമാണ്. അതിനാൽ നമ്മൾക്കതിനോട് രാഗമില്ലാതാകുന്നു. അപ്പോൾ ആസക്തി ഇല്ലാതാകുന്നു, മുക്തരാകുന്നു. അതേപോലെ തന്നെ പുറത്തുള്ള 6 ആയതനങ്ങൾ അത് 3 കാലത്തിലും അനിത്യമാണ്, ദുഃഖമാണ്, അനാത്മകമാണ്. ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. 13. ഭിക്ഷുക്കളെ, എൻ്റെ ബോധോദയത്തിന് മുൻപ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. എന്താണ് കണ്ണിൻ്റെ ആസ്വാദനം? എന്താണ് അതിൻ്റെ അപകടം? എന്താണ് അതിൽ നിന്ന് നിസ്സരണം, അല്ലെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് വെളിയിൽ പോകാം? അതേപോലെ തന്നെ കാതിൻ്റെ, മൂക്കിൻ്റെ, നാവിൻ്റെ, ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ ആസ്വാദനം എന്താണ്? എന്താണ് അവയുടെ ഭയം? എങ്ങനെയാണ് അവയിൽ നിന്ന് പുറത്തു വരുന്നത്? അപ്പോൾ ഭിക്ഷുക്കളെ, എനിക്ക് മനസ്സിലായി, കണ്ണിനെ ആശ്രയിച്ചിട്ടുണ്ടാകുന്ന ചന്ദരാഗം അതാണ് കണ്ണിൻ്റെ ആസ്വാദനം. കണ്ണ് അനിത്യമാണ്, ദുഃഖമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് കണ്ണിൻ്റെ അപകടം. ഈ ചന്ദരാഗത്തെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ആസക്തിയെയും ആസ്വാദനത്തെയും ഇല്ലാതാക്കുക, അതാണ് കണ്ണിൽ നിന്ന് പുറത്തു വരാനുള്ള മാർഗം. അതേപോലെ തന്നെയാണ് ബാക്കി 6 ആയതനങ്ങളുടെയും കാത്, മൂക്ക്, നാവ്, ശരീരം, മനസ്സിൻ്റെ ധർമ്മം. ഈ ആയതനങ്ങളോടുള്ള ചന്ദരാഗം അതാണ് അതിൻ്റെ ആസ്വാദനം. ഇത് അനിത്യമാണ്, ദുഃഖമാണ്, മാറുന്നതാണ്. അതാണ് ഇതിൻ്റെ എല്ലാം അപകടം. ഇതിനോടുള്ള ചന്ദരാഗം ഇല്ലാതാക്കൽ അതാണ് ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള മാർഗം. ഇവിടെ മനസ്സ് ധർമ്മം എന്ന് പറയുന്ന സമയത്ത് മനസ്സിൽ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് ധർമ്മം. അതിനാൽ ഭിക്ഷുക്കളെ, ഞാൻ എന്നുവരെ ഇത് സ്വയം അറിഞ്ഞില്ലയോ, ഈ 6 ആയതനങ്ങളെപ്പറ്റി സ്വയം അതിൻ്റെ ആസ്വാദനം, ഭയം, നിസ്സരണം അല്ലെങ്കിൽ പുറത്തു വരൽ ഇത് സ്വയം അറിഞ്ഞില്ലയോ, അതുവരെ ഞാൻ ബുദ്ധനായി എന്ന് ഞാൻ ഘോഷണം ചെയ്തിട്ടില്ല. എന്നാൽ ഇത് ഞാൻ സ്വയം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അർഹന്തനായി എന്ന് ഞാൻ പ്രഖ്യാപിച്ചത്. അപ്പോൾ നമ്മളും ഒരു അർഹന്തനാകണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ഇതിനെ പരിപൂർണമായിട്ടും അറിയണം. ഇതിൻ്റെ ആസ്വാദനം, ഭയം, നിസ്സരണം ഈ 6 ആയതനങ്ങളുടെയും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അർഹന്തനായി. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് എനിക്ക് തോന്നുന്നു. ഇതേപോലെ തന്നെയാണ് പുറത്തുള്ള 6 ആയതനങ്ങളെപ്പറ്റി പറയുന്നത്. പുറത്ത് 6 ആയതനങ്ങളുടെ ആസ്വാദനം, ഭയം, നിസ്സരണം ഇത് ഏതുവരെ അറിഞ്ഞില്ലയോ അതുവരെ ഞാൻ ബോധോദയം കിട്ടി എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അറിഞ്ഞതിന് ശേഷമാണ് ബോധോദയം ആയി എന്ന് ഞാൻ പറഞ്ഞത്. 15. ഭിക്ഷുക്കളെ, കണ്ണിലുള്ള ആസ്വാദനത്തെ അന്വേഷിക്കാനായി ഞാൻ പുറപ്പെട്ടു. കണ്ണിന് എന്തൊക്കെ ആസ്വാദനമുണ്ടോ അതെല്ലാം ഞാൻ കണ്ടു. പ്രജ്ഞയാൽ ആ ആസ്വാദനങ്ങളെ മുഴുവൻ ഞാൻ കണ്ടു. കണ്ണിൻ്റെ അപകടം അതിനെപ്പറ്റി ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. കണ്ണിൻ്റെ എന്തൊക്കെ അപകടമുണ്ടോ അതെല്ലാം ഞാൻ പ്രജ്ഞയാൽ കണ്ടു. ഞാൻ കണ്ണിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്ന് അന്വേഷിച്ചു. കണ്ണിൽ നിന്ന് പുറത്തു വരാനുള്ള സർവ്വ വഴികളും ഞാൻ കണ്ടുപിടിച്ചു. ഇതുപോലെ തന്നെ ആണ് കാതിൻ്റെ, മൂക്കിൻ്റെ, നാവിൻ്റെ, ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ ആസ്വാദനം മുഴുവൻ ഞാൻ കണ്ടുപിടിച്ചു. അതിൻ്റെ ഭയം മുഴുവൻ ഞാൻ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്ന് ഞാൻ മുഴുവൻ കണ്ടുപിടിച്ചു. ഞാൻ ഈ ആസ്വാദനവും ഭയവും നിസ്സരണവും ഈ 6 ആയതനങ്ങളിൽ എന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ലയോ അന്നുവരെ ഞാൻ ബോധോദയം കിട്ടി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് എനിക്ക് ബോധോദയം കിട്ടി എന്ന് ഞാൻ പ്രഖ്യാപിച്ചത്. അതേപോലെ തന്നെ ഭഗവാൻ 6 പുറത്തുള്ള ആയതനങ്ങളെക്കുറിച്ചിട്ടുള്ള ആസ്വാദനം, ആദിനവം, നിസ്സരണം അതായത് ആസ്വാദനം, ഭയം അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്ന് അന്വേഷിച്ച് കണ്ടെത്തി. 17. ഭിക്ഷുക്കളെ, അഥവാ കണ്ണിൽ ആസ്വാദനം ഇല്ലായിരുന്നു എങ്കിൽ ഒരിക്കലും പ്രാണികൾ അതിൽ ആയിരുന്നില്ല. കണ്ണിൽ ആസ്വാദനമുണ്ട്, അതുകൊണ്ടാണ് പ്രാണികൾ അതിന് അടിമപ്പെടുന്നത്.
കണ്ണിൽ യാതൊരുവിധ അപകടവും ഇല്ലായിരുന്നു എങ്കിൽ ഒരിക്കലും പ്രാണികൾക്ക് അതിനോട് വൈരാഗ്യം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ കണ്ണിൽ അപകടമുണ്ട്, അതുകൊണ്ടാണ് പ്രാണികൾക്ക് അതിൽ രാഗമില്ലായ്മ ഉണ്ടാകുന്നത്. കണ്ണിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ല എങ്കിൽ ഒരു ജീവികളും രക്ഷപ്പെടുമായിരുന്നില്ല. എന്നാൽ കണ്ണിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും, അതുകൊണ്ടാണ് ജീവികൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതേപോലെ തന്നെ ഉള്ളിലെ 6 ആയതനങ്ങളായ കാത്, മൂക്ക്, നാവ്, ശരീരം, മനസ്സ്, ഇതിലെല്ലാം ആസ്വാദനമുണ്ട്, അതുകൊണ്ടാണ് പ്രാണികൾ അതിൽ അകപ്പെടുന്നത്. ഇതിലെല്ലാം അപകടമുണ്ട്, അതുകൊണ്ടാണ് പ്രാണികൾ ഇതിൽ രാഗമില്ലാതാകുന്നത്. അതിൽ നിന്നെല്ലാം പുറത്തു വരാൻ സാധിക്കും, അതുകൊണ്ടാണ് പ്രാണികൾ അതിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തെ 6 ആയതനങ്ങളിലും റിപ്പീറ്റ് ചെയ്യുന്നു. 19. ഭിക്ഷുക്കളെ, ആര് കണ്ണിനെ അഭിനന്ദിക്കുന്നുവോ ആ വ്യക്തി ദുഃഖത്തെ തന്നെയാണ് അഭിനന്ദിക്കുന്നത്. ആ വ്യക്തി ദുഃഖത്തെ തന്നെയാണ് അന്വേഷിക്കുന്നത്. ആ വ്യക്തി ദുഃഖത്തിൽ നിന്ന് മുക്തനാകുന്നില്ല. ഏതൊരു വ്യക്തി അതേപോലെ തന്നെ കാതിൽ, മൂക്കിൽ, നാവിൽ, ശരീരത്തിൽ, മനസ്സിൽ ആസ്വദിക്കുന്നുവോ ആ വ്യക്തി ദുഃഖത്തിൽ തന്നെയാണ് ആസ്വദിക്കുന്നത്. ആ വ്യക്തിക്ക് ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സൂത്രം നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കണം. അതായത് നമ്മൾ കണ്ണിനെ ആസ്വദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കണ്ണിൽ ഏതെങ്കിലും സുഖമുള്ള രൂപം വന്നു, അതിനെ നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ദുഃഖത്തെ തന്നെയാണ് ആസ്വദിക്കുന്നത്. കാരണം എന്താണ്? ആ കണ്ണിലുള്ള സുഖമായിട്ടുള്ള രൂപം ഇല്ലാതാകും. ഇല്ലാതാകുന്ന സമയത്ത് നമുക്ക് ദുഃഖം വരും. അതേപോലെ തന്നെ നാവിൽ നല്ല രുചി വരുന്ന സമയത്ത് നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് ആ രുചി പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ദുഃഖം വരും. അതുകൊണ്ടാണ് ആസ്വാദനം, അതായത് രാഗമാണ് എല്ലാ ബന്ധനത്തിനും മുൻപിൽ എന്നാണ് ഈ സൂത്രങ്ങളിൽ നിന്നെല്ലാം നമ്മൾക്ക് മനസ്സിലാകേണ്ടത്. ഇതേപോലെ തന്നെയാണ് പുറത്തെ 6 ആയതനങ്ങളിൽ പറ്റി പറയുന്നത്. പുറത്തെ 6 ആയതനങ്ങളിൽ നമ്മൾ ആസ്വാദനം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ദുഃഖം തന്നെയാണ് കണ്ടെത്തുന്നത്. ഇനി വീണ്ടും പറയുന്നു, നമ്മുടെ ഉള്ളിലെ 6 ആയതനങ്ങൾ ഉദിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ നമ്മൾക്ക് ദുഃഖം ഉദിച്ചു എന്നാണ് പറയുന്നത്. ഈ ആയതനങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖവും അവസാനിച്ചു. അതേപോലെ തന്നെ വെളിയിലെ 6 ആയതനങ്ങൾ അവ ഉദിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ദുഃഖം അനുഭവപ്പെടും. അവ അസ്തമിച്ചു കഴിഞ്ഞാൽ ദുഃഖവും ഇല്ലാതാകും. 23. ഞാൻ എല്ലാം എന്ന വിഷയത്തെക്കുറിച്ച് പറയാം. എന്താണ് ഈ എല്ലാം? കണ്ണും രൂപവും, കാതും ശബ്ദവും, മൂക്കും ഗന്ധവും, നാവും രുചിയും, ശരീരവും സ്പർശവ്യ പദാർത്ഥവും, മനസ്സും ധർമ്മവും, ഇതിനെയാണ് എല്ലാം എന്ന് പറയുന്നത്. ഇതിനെ അവഗണിച്ചുകൊണ്ട് ഒരു വ്യക്തി പറയാണ് ഞാൻ മറ്റെന്തെങ്കിലും എല്ലാം എന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തി പരാജയപ്പെടും. ആ വ്യക്തിക്ക് പ്രയാസമുണ്ടാകും. ആ വ്യക്തിക്ക് അത് സാധിക്കില്ല. അതായത് നമ്മൾ അനുഭവിക്കുന്നത് മുഴുവൻ ഈ 6 ആയതനങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി 24. നമ്മൾ ഏതെല്ലാം ഉപേക്ഷിക്കണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നമ്മൾ എന്താണ് ഉപേക്ഷിക്കേണ്ടത്? നമ്മൾ കണ്ണിനെ ഉപേക്ഷിക്കണം, രൂപത്തെ ഉപേക്ഷിക്കണം, കണ്ണിൻ്റെ വിജ്ഞാനത്തെ ഉപേക്ഷിക്കണം, കണ്ണിൻ്റെ സ്പർശത്തെ ഉപേക്ഷിക്കണം. കണ്ണിൻ്റെ സ്പർശം മൂലം ഏതൊരു തരത്തിലുള്ള 3 വേദനകൾ വരുന്നുവോ, സുഖമായാലും ദുഃഖമായാലും ന്യൂട്രലായാലും അതിനെയും നമ്മൾ ഉപേക്ഷിക്കണം. അതേപോലെ തന്നെയുള്ള ബാക്കി 6 ആയതനങ്ങൾ, അതായത് മൂക്ക്, നാവ്, ചെവി, ശരീരം, മനസ്സ്, ഇവയെല്ലാം ഉപേക്ഷിക്കണം. അതിൻ്റെ വിഷയങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം. ആ വിഷയങ്ങളുടെ വിജ്ഞാനത്തെ നമ്മൾ ഉപേക്ഷിക്കണം. ആ സ്പർശത്തെ നമ്മൾ ഉപേക്ഷിക്കണം. ആ സ്പർശം മൂലം ഏതൊരു വേദന ഉണ്ടായോ, സുഖമായാലും ദുഃഖമായാലും ന്യൂട്രലായാലും അതിനെയും നമ്മൾ ഉപേക്ഷിക്കണം. ഇനി 36. മുഴുവനായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഭിക്ഷുക്കളെ, നമ്മൾ ഏതിനെ മുഴുവനായിട്ട് അറിയുന്നില്ലയോ, മനസ്സിലാക്കുന്നില്ലയോ, അതിനോട് നമ്മൾക്ക് രാഗമില്ലായ്മ ഉണ്ടാക്കുന്നില്ലയോ, അതുവരെ നമ്മൾക്ക് ദുഃഖത്തെ നശിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഭിക്ഷുക്കളെ, കണ്ണിനെ മുഴുവനായിട്ട് അറിയാതെ, അതിനോട് രാഗമില്ലായ്മ വർദ്ധിപ്പിക്കാതെ, അതിനെ ഉപേക്ഷിക്കാതെ നമ്മൾക്ക് ഒരിക്കലും ദുഃഖത്തിൽ നിന്ന് മുക്തി ലഭിക്കില്ല. അതേപോലെ തന്നെ പുറത്തുള്ള രൂപം, അതേപോലെ തന്നെ ചക്ഷുവിൻ്റെ വിജ്ഞാനം, ചക്ഷുവിൻ്റെ സ്പർശം, അതുമൂലം ഉണ്ടാകുന്നുള്ള വേദനകൾ, അതിനോട് രാഗം അതിനെ ഉപേക്ഷിക്കാതെ നമ്മൾക്കൊരിക്കലും ദുഃഖത്തെ മറികടക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള 5 ആയതനങ്ങളും. അതേപോലെ തന്നെ പുറത്തുള്ള 5 ആയതനങ്ങളും നമ്മളുടെ ബന്ധം വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളും. അതേപോലെ തന്നെയാണ് കാത്, മൂക്ക്, നാവ്, സ്പർശം, മനസ്സ്.
ഇവയുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന വിജ്ഞാനം, സ്പർശം, വേദന, ഇവയോട് രാഗമില്ലായ്മ ഡെവലപ്പ് ചെയ്യാതെ, ഇവയെ ഉപേക്ഷിക്കാതെ നമ്മൾക്ക് ദുഃഖത്തിന് അറുതി വരുത്താൻ സാധിക്കില്ല. 38. ഭിക്ഷുക്കളെ, എല്ലാം കത്തിജ്വലിച്ച് കൊണ്ടിരിക്കുകയാണ്. എന്താണ് കത്തിജ്വലിച്ച് കൊണ്ടിരിക്കുന്നത്? കണ്ണ് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, രൂപം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ണിൻ്റെ വിജ്ഞാനം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ണിൻ്റെ സ്പർശം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണിൻ്റെ സ്പർശം മൂലം ഏതൊരു വേദന ഉൽപ്പന്നമാകുന്നുവോ അത് സുഖമായാലും ദുഃഖമായാലും ന്യൂട്രലായാലും അതും കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കത്തിജ്വലിച്ചിരിക്കുന്നത്? രാഗത്തിൻ്റെ അഗ്നി കൊണ്ട്, ദ്വേഷത്തിൻ്റെ അഗ്നി കൊണ്ട്, മോഹത്തിൻ്റെ അഗ്നി കൊണ്ടാണ് അത് എല്ലാം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതി, ജര, മരണം, ദുഃഖം, ദോർമനസ്സം, ഉപായാസം അത് മൂലമാണ് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള 5 ആയതനങ്ങളും, കാത്, മൂക്ക്, നാവ്, തൊലി, അതേപോലെ തന്നെ മനസ്സ് തുടങ്ങിയ ആയതനങ്ങൾ, ഇതെല്ലാം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രൂപം കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ രാഗമുണ്ടാവും, ഇഷ്ടമുണ്ടാവും, അല്ലെങ്കിൽ അനിഷ്ടമുണ്ടാവും. ഈ 2 സമയത്തും നമ്മൾ തന്നെയാണ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം രാഗമുണ്ടായിക്കഴിഞ്ഞാലും നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ദേഷ്യമുണ്ടായിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടുണ്ടാവും, മോഹമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. ഇത് മൂന്നുമല്ലാത്ത ഒരു അവസ്ഥയും നമ്മൾക്ക് ഒരിക്കലും ഉണ്ടാവാറില്ല. ഇങ്ങനെ അറിയുന്ന സമയത്ത് ഒരു സാധകന് ഈ 6 ആയതനങ്ങളിലും അതിൽ നിന്ന് വരുന്ന കാര്യങ്ങളിലും രാഗമില്ലായ്മ ഉണ്ടാകുന്നു. രാഗമില്ലായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ ആസക്തി ഇല്ലാതാവുന്നു. ആസക്തി ഇല്ലാതായി കഴിഞ്ഞാൽ മുക്തനായിട്ട് തീരുന്നു. അതേപോലെ തന്നെ ഇതെല്ലാം നേരത്തെ പറഞ്ഞ എല്ലാം തന്നെ നമ്മളെ അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കണ്ണ്, രൂപം, കണ്ണിൻ്റെ വിജ്ഞാനം, സ്പർശം, വേദന, ഇതെല്ലാം നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 33. ഭിക്ഷുക്കളെ, എല്ലാം ജനിക്കുന്നതാണ്. എന്തൊക്കെയാണ് ജനിക്കുന്നത്? കണ്ണ്, രൂപം, കണ്ണിൻ്റെ വിജ്ഞാനം, കണ്ണിൻ്റെ സ്പർശം, അതുമൂലം ഉണ്ടാകുന്ന വേദനകൾ, ഇതെല്ലാം തന്നെ ജനിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള 5 ആയതനങ്ങൾ. ഭിക്ഷുക്കളെ, എല്ലാം തന്നെ വാർദ്ധക്യത്തിന് കാരണമാണ്, രോഗത്തിന് കാരണമാണ്, മരണത്തിന് കാരണമാണ്, ദുഃഖത്തിന് കാരണമാണ്, ക്ലേശത്തിന് കാരണമാണ്, എല്ലാം നശിക്കുന്നതാണ്, എല്ലാം അസ്തമിക്കുന്നതാണ്, എല്ലാം ഉദിക്കുന്നതാണ്, എല്ലാം നിരോധമാകുന്നതാണ്. അതായത് നേരത്തെ പറഞ്ഞ 6 ആയതനങ്ങളും അതിൻ്റെ വെളിയുള്ള ആയതനങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ വിജ്ഞാനവും സംഖ്യയും വേദനയും എല്ലാം തന്നെ ഇതേപോലെ തന്നെ നശിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് വീണ്ടും സംക്ഷിപ്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഭിക്ഷുക്കളെ, എല്ലാം തന്നെ അനിത്യമാണ്. അതായത് ഉള്ളിലെ ആയതനങ്ങളും പുറത്തുള്ള ആയതനങ്ങളും അതേപോലെ തന്നെ വിജ്ഞാനവും സംഖ്യയും വേദനയും എല്ലാം തന്നെ അനിത്യമാണ്, ദുഃഖമാണ്, അനാത്മകമാണ്. എല്ലാറ്റിനെയും നമ്മൾ നേരിട്ട് അറിയണം, എല്ലാറ്റിനെയും മുഴുവനായിട്ട് മനസ്സിലാക്കണം, എല്ലാറ്റിനെയും ഉപേക്ഷിക്കണം, എല്ലാറ്റിനെയും നമ്മൾ അനുഭവത്തിൽ അറിയണം, എല്ലാറ്റിനെയും നമ്മൾ സ്വയം അനുഭവത്തിൽ അറിയണം. ഈ പറയുന്ന ഓരോന്നും അർഹന്തനാകാനുള്ള മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 53. ഒരിക്കൽ ഒരു ഭിക്ഷു ഭഗവാന്റെ അടുത്ത് വന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, എന്ത് അറിഞ്ഞാലാണ്, എന്ത് കണ്ടാലാണ് ഞങ്ങളുടെ അവിദ്യ ഇല്ലാതാകുന്നത്, ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകുന്നത്? ഭിക്ഷുക്കളെ, നിങ്ങൾ കണ്ണ് അനിത്യമാണ് എന്ന് അറിയണം, കാണണം. അപ്പോൾ നിങ്ങളുടെ അവിദ്യ നഷ്ടമാകും, ശരിയായിട്ടുള്ള അറിവ് ഉണ്ടാകും. അതേപോലെ തന്നെ രൂപം അനിത്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളുടെ അവിദ്യ നഷ്ടമാകും, വിദ്യ ഉൽപ്പന്നമാകും. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും, അതായത് കണ്ണിൻ്റെ വിജ്ഞാനം, സ്പർശം, വേദന, ഇതെല്ലാം തന്നെ അനിത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അവിദ്യ നഷ്ടമാകും, പ്രജ്ഞ ഉൽപ്പന്നമാകും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ എല്ലാ 6 ആയതനങ്ങളെയാണ് അനിത്യം എന്ന് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതുമൂലം ഉണ്ടാകുന്ന സ്പർശം, അതേപോലെ തന്നെ വേദന, അതേപോലെ തന്നെ വിജ്ഞാനം, ഇവയെല്ലാം തന്നെ നമ്മൾ അനിത്യമായിട്ട് കാണണം. അല്ല നമ്മുടെ ശരീരത്തിൽ മാത്രം അനിത്യം എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നാൽ പോരാ, ബാക്കിയുള്ള എല്ലാ കാര്യത്തെയും, ഈ 6 ആയതനങ്ങളെയും അനിത്യം എന്ന് പറഞ്ഞ് നമ്മൾ കാണണം. ഇതുപോലെ തന്നെ കാണുന്ന സമയത്താണ് നമ്മൾക്ക് ആസവങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുക, സംയോജനങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുക. ഇനി സംയോജനങ്ങളെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം? അതായത് ബന്ധനങ്ങളെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ണിനെ അനത്തയാണ്, അനാത്മകമാണ് എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ സംയോജനം ഇല്ലാതാകും. അതേപോലെ തന്നെ രൂപത്തെ അനാത്മകമാണ് എന്ന് കാണണം,
പിന്നെ ചക്ഷുവിജ്ഞാനം, സ്പർശം, വേദന ഇതിനെല്ലാം അനാത്മകം എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ സംയോജനം നഷ്ടമാകും. അതേപോലെ തന്നെ നമ്മളുടെ ആസവങ്ങൾ നഷ്ടമാകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ കണ്ണിനെ അനാത്മകമായിട്ട് കാണണം, രൂപത്തെ അനാത്മകമായിട്ട് കാണണം. ചക്ഷുവിജ്ഞാനം, സ്പർശം, വേദന ഇതിനെല്ലാം അനാത്മകമായിട്ട് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ആസവങ്ങളെ ഇല്ലാതാക്കും. അടുത്ത അധ്യായം ഭിക്ഷുക്കൾ ചോദിച്ചു, ബന്ദേ, നമ്മൾക്ക് എങ്ങനെയാണ് ഉപാദാനത്തെ ഇല്ലാതാക്കാൻ സാധിക്കുന്നത്, അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഭിക്ഷുക്കളെ, ഈ ഉപാദാനം അല്ലെങ്കിൽ അതിനോടുള്ള ഒട്ടിപ്പിടിക്കൽ ഇല്ലാതാക്കാൻ നിങ്ങൾ ഇങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്. കണ്ണും രൂപവും മൂലമാണ് ചക്ഷുവിജ്ഞാനം ഉണരുന്നത്. അതിൻ്റെ മൂന്നും കൂടിയുള്ള കൂടിച്ചേരലാണ് സ്പർശം. സ്പർശം മൂലമാണ് വേദന ഉണ്ടാകുന്നത്. ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു ആര്യശ്രാവകന് കണ്ണിനോടും രൂപത്തോടും ചക്ഷുവിജ്ഞാനത്തോടും ചക്ഷുസ്പർശത്തോടും ചക്ഷുവിൻ്റെ വേദനയോടും രാഗം ഇല്ലായ്മ അനുഭവപ്പെടുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് ആസക്തി ഉണ്ടാകുന്നില്ല. ആസക്തി ഇല്ലാതായി കഴിഞ്ഞാൽ ആ വ്യക്തി മുക്തനായി. ഇതേപോലെ തന്നെ ബാക്കി 5 ആയതനങ്ങളെയും കാണണം. 63 മികജാല. ആയുഷ്മാൻ മികജാല ഭഗവാന്റെ അടുത്ത് വന്നു. എന്നിട്ട് വന്നിച്ചിട്ട് ഒരു ഭാഗത്ത് ഇരുന്നതിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, ബന്ദേ, എങ്ങനെയാണ് ഒരു വ്യക്തി ഒറ്റയ്ക്ക് താമസിക്കുന്നവൻ എന്ന് പറയുന്നത്? എങ്ങനെയാണ് നമ്മൾ മറ്റൊരു കൂട്ടുകാരനുമായിട്ട് താമസിക്കുന്നു എന്ന് പറയുന്നത്? അപ്പോൾ ഭഗവാൻ മികജാലിനോട് ഇങ്ങനെ പറഞ്ഞു, മികജാല, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന രൂപം അത് ആഗ്രഹിക്കുന്നതാണ്, മനോഹരമാണ്, അനുകൂലമാണ്, സന്തോഷം നൽകുന്നതാണ്, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നതാണ്, സുഖിപ്പിക്കുന്നതാണ്. എന്നാൽ ഏതെങ്കിലും ഒരു ഭിക്ഷു അതിൽ ആസ്വാദനം കാണുകയാണ്, അതിനെ സ്വാഗതം ചെയ്യുകയാണ്, അതിനെ മുറുകെ പിടിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയിൽ നന്ദി ഉൽപ്പന്നമാകുന്നു. നന്ദി എന്ന് പറയുമ്പോൾ ആസ്വാദനം. ആസ്വാദനം ഉണ്ടാകുന്ന സമയത്ത് അവൻ അതിൽ മുഴുകുന്നു. മുഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ബന്ധനസ്ഥനായിരുന്നു. ഇങ്ങനെയാണ് മികജാല ഒരു വ്യക്തി ഒരു കൂട്ടുകാരനൊപ്പം താമസിക്കുന്നത്. അതേപോലെ തന്നെയാണ് ബാക്കി ഇന്ദ്രിയങ്ങളോടും നമ്മൾ ഇതേപോലെ തന്നെ വിചാരിക്കണം. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളിലെല്ലാം നമ്മൾ ആസക്തമായി കഴിഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരനുമായിട്ട് ചേർന്ന് ജീവിക്കുന്നു എന്നാണ് അർത്ഥം. ഇനി മികജാല ഒരു ഭിക്ഷു. ആ ഭിക്ഷു ഒരു കാട്ടിൽ പോയിട്ട് താമസിക്കുകയാണെങ്കിലും അവിടെ ആൾക്കാർ ഒന്നും തന്നെ ഇല്ല, അധികം ശബ്ദമൊന്നുമില്ല, ആൾക്കാരിന്ന് വളരെ ദൂരെയാണ്. എന്നാലും ആ വ്യക്തി ഒരു കൂട്ടുകാരനുമായിട്ട് താമസിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തുകൊണ്ടാണ് അത്? എന്തെന്നാൽ ആ സമയത്ത് തൃഷ്ണയാണ് ആ വ്യക്തിയുടെ കൂട്ടുകാരൻ. ആ തൃഷ്ണയെ ആ വ്യക്തി ഉപേക്ഷിച്ചിട്ടില്ല. അതിനാൽ അവൻ ഒരു കൂട്ടുകാരനോടൊപ്പം തന്നെയാണ് താമസിക്കുന്നത്. ഇനി മികജാല കണ്ണുകൊണ്ട് കാണപ്പെടുന്ന രൂപം അത് ആഗ്രഹമുള്ളതാണ്, സുഖമുള്ളതാണ്, അനുകൂലമാണ്, നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്, ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നതാണ്, നമ്മളെ സുഖിപ്പിക്കുന്നതാണ്. എന്നാൽ നമ്മൾ അതിൽ ആസ്വദിക്കുന്നില്ല, അതിനെ സ്വാഗതം ചെയ്യുന്നില്ല, അതിനെ മുറുകെ പിടിക്കുന്നില്ല. അങ്ങനെ ഉള്ള സമയത്ത് നമ്മുടെ നന്ദി അല്ലെങ്കിൽ ആസ്വാദനം നിൽക്കുന്നു. ആസ്വാദനം നിൽക്കുന്നു എങ്കിൽ നമ്മൾ അതിൽ മുഴുകുന്നില്ല. നമ്മൾ അതിൽ മുഴുകുന്നില്ല എങ്കിൽ നമ്മൾ മുക്തനായി. ഇങ്ങനെയാണ് ഒരു വ്യക്തി ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെയും കുറിച്ച് അദ്ദേഹം പറയുന്നത്. കാതും ശബ്ദവും മൂക്കും അതേപോലെ തന്നെ ഗന്ധവും നാവും രുചിയും ശരീരവും സ്പർശവും മനസ്സും ധർമ്മവും. അതിൽ സുഖം വന്നു എങ്കിൽ നമ്മൾ അതിൽ ആസക്തനാകുന്നു എങ്കിൽ നമ്മൾ ബന്ധനത്തിലാണ്. സുഖം വരുന്നു പക്ഷേ നമ്മൾ ആസക്തനാകുന്നില്ല എങ്കിൽ നമ്മൾ മുക്തനാണ്. ഇതാണ് ഇതിൻ്റെ എല്ലാം രത്ന ചുരുക്കം. നമ്മൾ ജോലി ചെയ്യേണ്ട ഒരേ ഒരു മാർഗവും ഇതുതന്നെയാണ്, വളരെ എളുപ്പമുള്ള മാർഗം. 64 ഒരിക്കൽ ആയുഷ്മാൻ മികജാലൻ ഭഗവാന്റെ അടുത്ത് വന്ന് സംക്ഷിപ്തമായിട്ട് ധർമ്മം ഉപദേശിക്കാൻ അഭ്യർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, മികജാല, കണ്ണുകൊണ്ട് കാണപ്പെടുന്ന രൂപം അത് ഇഷ്ടമുള്ളതാണ്, അനുകൂലമാണ്, സുഖിക്കുന്നതാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നതാണ്, നമ്മൾക്ക് ആനന്ദം ഉണ്ടാക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ഭിക്ഷു അതിൽ ആഹ്ലാദിക്കുന്നു എങ്കിൽ, അതിനെ സ്വാഗതം ചെയ്യുന്നു എങ്കിൽ, അതിനെ മുറുകെ പിടിക്കുന്നു എങ്കിൽ ആ വ്യക്തിയിൽ നന്ദി അല്ലെങ്കിൽ ആസ്വാദനം ഉടലെടുക്കുന്നു. ആസ്വാദനം ഉടലെടുക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ ദുഃഖം തന്നെയാണ് ഉടലെടുക്കുന്നത്.
അതായത് രാഗമാണ് എല്ലാ ദുഃഖത്തിനും കാരണം, ഇന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന സുഖമാണ് എല്ലാ ദുഃഖത്തിനും കാരണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള 5 ആയതനങ്ങളിൽ. കാത് ഉണ്ടാകുന്ന ശബ്ദം, മൂക്കിലുണ്ടാകുന്ന ഗന്ധം, നാവിലുണ്ടാകുന്ന രുചി, ശരീരത്തിലുണ്ടാകുന്ന സ്പർശം, മനസ്സിലുണ്ടാകുന്ന ധർമ്മം. അത് സുഖകരമാണ്, ആനന്ദകരമാണ് എങ്കിൽ ഒരു ഭിക്ഷു അതിനെ ആസ്വദിക്കാൻ തുടങ്ങുന്നു. ആസ്വദിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിൽ ദുഃഖമാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഇതിനെ ആസ്വദിക്കുന്നില്ല എങ്കിൽ ആ ഭിക്ഷുവിൽ ദുഃഖം ഉണ്ടാകുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. ഇത് നമ്മൾ വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കണം. 65 സമിധി. ആയുഷ്മാൻ സമിധി ഭഗവാനോട് പറഞ്ഞു, ബന്ദേ, ഈ മാര മാര എന്ന് നമ്മൾ വിളിക്കുന്നു. എന്തിനെയാണ് നമ്മൾ മാരൻ എന്ന് വിളിക്കുന്നത്? അപ്പോൾ ഭഗവാൻ ആയുഷ്മാൻ സമിധിയോട് പറഞ്ഞു, ഭിക്ഷു, എവിടെ കണ്ണുണ്ടോ, രൂപമുണ്ടോ, കണ്ണിൻ്റെ വിജ്ഞാനമുണ്ടോ, കണ്ണിൻ്റെ വിജ്ഞാനം മൂലം എന്തെല്ലാമുണ്ടോ അതെല്ലാം മാരൻ്റെ അസ്തിത്വമാണ്. അതാണ് മാരൻ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ബാക്കി 5 ഇന്ദ്രിയങ്ങളിലും എന്തെല്ലാം ഉണ്ടാകുന്നോ അതിനെ തന്നെയാണ് മാരൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സ്കന്ധങ്ങളാണ് മാരൻ എന്ന് പറഞ്ഞു. ഇവിടെ 6 ആയതനങ്ങൾ ആണ് മാരൻ എന്ന് പറഞ്ഞു. ശരി തന്നെയാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. 68 ആയുഷ്മാൻ സമിതി. ബന്ദേ, ഈ ലോകം ലോകം എന്ന് പറഞ്ഞു. എന്താണ് ഈ ലോകം എന്ന് പറയുന്നത്? നമ്മൾ സതിപട്ടാന സൂത്രത്തിലും ലോകം എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ആ ലോകം എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. സമിതി, എവിടെ കണ്ണുണ്ടോ, രൂപമുണ്ടോ, കണ്ണിൻ്റെ വിജ്ഞാനമുണ്ടോ, കണ്ണിൻ്റെ വിജ്ഞാനം മൂലം എന്തെല്ലാം ഉണ്ടാകുന്നോ അതൊക്കെയാണ് ലോകം. അതേപോലെ തന്നെ ബാക്കിയുള്ള 6 ആയതനങ്ങളും അതിൽ തന്നെയാണ് ലോകം എന്നാണ് ഭഗവാൻ പറയുന്നത്. 70 ഉപവാന. ധർമ്മത്തിൻ്റെ ഒരു ക്വാളിറ്റിയെ നമ്മൾ കേട്ടിട്ടുണ്ട്, സംതിട്ടികോ, അതായത് സ്വയം നമ്മൾ കാണാൻ യോഗ്യമാണ് ധർമ്മം എന്ന്. എങ്ങനെയാണ് ധമ്മം? സന്തിട്ടിക്കോ അകാലികോ ഏഹിപസ്സിക്കോ ഓപനയികോ പശ്ചത്തം വേദന വേദിതബ്ബം വിന്യൂഹീതി എന്ന് പറയുന്നത്. അതായത് ഈ ധർമ്മത്തെ നമ്മൾക്ക് നേരെ കാണാവുന്നതാണ്, ഉടൻ തന്നെ കാണാവുന്നതാണ്, നമ്മൾക്ക് സ്വയം കാണാവുന്നതാണ്, നമ്മൾക്ക് സ്വയം അനുഭവിക്കാവുന്നതാണ് എന്ന് നമ്മൾ പറയുന്നു. അത് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇതിൻ്റെ അർത്ഥം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വീണ്ടും വളരെ സൂക്ഷ്മതയോടുകൂടി കേൾക്കണം. ഉപവാന, കണ്ണുകൊണ്ട് ഒരു രൂപത്തെ കാണുന്ന സമയത്ത് ഒരു ഭിക്ഷു ആ രൂപത്തെ അനുഭവിക്കുന്നു. അതേപോലെ തന്നെ ആ രൂപത്തിനോടുള്ള രാഗത്തെയും അനുഭവിക്കുന്നു. അപ്പോൾ ആ ഭിക്ഷു മനസ്സിലാകുന്നു, എൻ്റെ ഉള്ളിൽ രൂപത്തിനോടുള്ള രാഗം ഉണ്ട്. ഉപവാന ഇത് ഇപ്രകാരമായതുകൊണ്ടാണ് പറയുന്നത്, ധമ്മ സംതിട്ടിക്കോ അകാലികോ ഏഹിപസ്സിക്കോ ഓപനയിക്കോ എന്ന് പറയാനുള്ള കാരണം ഇതുതന്നെയാണ്. അതുപോലെ തന്നെയാണ് ബാക്കി 5 ആയതനങ്ങളിലും പറയുന്നത്. അത് കണ്ട ഉടനെ തന്നെ നമ്മൾക്ക് അതിനോടുള്ള രാഗം മനസ്സിൽ ഉൽപ്പന്നമാകുന്നു. അപ്പോൾ നമ്മൾക്ക് മനസ്സിലായി ഇതിൻ്റെ ഉള്ളിൽ രാഗമുണ്ട് എന്ന്. ഇനി ആ ഭിക്ഷു മുക്തനായി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഭിക്ഷു ആ രൂപത്തെ കാണുന്ന സമയത്ത്, കണ്ണുകൊണ്ട് രൂപത്തെ കാണുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ആ രൂപം മാത്രമേ കാണുന്നുള്ളൂ, ആ രൂപത്തിനോടുള്ള രാഗം കാണുന്നില്ല. അപ്പോൾ ആ ഭിക്ഷു മനസ്സിലാക്കുന്നു, എൻ്റെ ഉള്ളിൽ രൂപത്തോടുള്ള രാഗം ഇല്ല. ഇതുകൊണ്ടാണ് ധർമ്മം സംതിട്ടിക്കോ അകാലികോ ഏഹിപസ്സിക്കോ ഓപനയികോ പശ്ചത്തം വേദിതബ്ബം വിന്യൂഹീതി എന്ന് പറയുന്നത്. അതായത് നമ്മൾ കണ്ണുകൊണ്ട് രൂപത്തെ കാണുന്ന സമയത്ത് രാഗം ഉണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രാഗമുണ്ട് എന്ന് അറിയുന്നു. ഇല്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രാഗം ഇല്ല എന്ന് അറിയുന്നു. ഇതേപോലെ തന്നെയാണ് ബാക്കി 5 ആയതനങ്ങളും. 71 ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു ഏതുവരെ ഈ 6 ആയതനങ്ങളുടെ ഉൽപ്പാദനം, നഷ്ടം, അതിലുള്ള ആസ്വാദനം, ഭയം, അതിൽ നിന്ന് എങ്ങനെ വെളിയിൽ വരാം എന്ന് സ്വയം അറിയുന്നില്ലയോ, ആ വ്യക്തി ഈ ധമ്മവിനയത്തിൽ നിന്നും വളരെ ദൂരെയാണ്. അപ്പോൾ ഒരു ഭിക്ഷു പറഞ്ഞു, ബന്ദേ, എനിക്കിതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭിക്ഷു, നിങ്ങൾ കണ്ണിനെ ഇത് എൻ്റെയാണ്, ഞാനിതാണ്, ഇതിൻ്റെ ആത്മാവാണ് എന്ന് കരുതുന്നുണ്ടോ? ഇല്ല ബന്ദേ. വളരെ നല്ലത് ഭിക്ഷു, നിങ്ങൾ പ്രജ്ഞയോടുകൂടി ഈ കണ്ണിനെ ഈ രീതിയിൽ കാണണം. ഇത് എൻ്റേതല്ല, ഇത് ഞാനല്ല, ഇതെൻ്റെ ആത്മാവല്ല. അതേപോലെ തന്നെ ബാക്കിയുള്ള 5 ആയതനങ്ങളെക്കുറിച്ചിട്ടും ഭഗവാൻ ചോദിക്കുന്നു. അതിനെല്ലാം ആ ഭിക്ഷു ഇല്ല എന്ന് പറഞ്ഞ് ഉത്തരം കൊടുക്കുന്നു. ഇതിനെയാണ് ദുഃഖ നിരോധം എന്ന് പറയുന്നത്.
74. ശ്രാവസ്തിയിൽ ഒരു ഭിക്ഷു രോഗിയായി. ഭഗവാനെ ആ രോഗിയെ കാണാൻ മറ്റൊരു ഭിക്ഷു ക്ഷണിച്ചു. അപ്പോൾ ഭഗവാൻ ആ രോഗിയായിട്ടുള്ള ഭിക്ഷുവിൻ്റെ അടുത്ത് പോയി. കുശലപ്രശ്നങ്ങൾ ചോദിച്ചതിന് ശേഷം ആ ഭിക്ഷുവിനോട് ഭഗവാൻ ഇങ്ങനെ ചോദിച്ചു: ഭിക്ഷു, താങ്കൾക്ക് എന്തെങ്കിലും പശ്ചാത്താപം ഉണ്ടോ, കുറ്റബോധമുണ്ടോ? അപ്പോൾ ആ ഭിക്ഷു പറഞ്ഞു: തീർച്ചയായിട്ടും ബന്ദേ, എനിക്ക് ഒരുപാട് പശ്ചാത്താപം, കുറ്റബോധം ഉണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: ഭിക്ഷു, താങ്കൾക്ക് ശീലത്തെപ്പറ്റിയുള്ള യാതൊരുവിധ പശ്ചാത്താപം അല്ലെങ്കിൽ കുറ്റബോധം ഇല്ലല്ലോ? അപ്പോൾ ആ ഭിക്ഷു പറഞ്ഞു: ഇല്ല ബന്ദേ, എനിക്ക് ശീലത്തെക്കുറിച്ച് യാതൊരുവിധ പശ്ചാത്താപമോ കുറ്റബോധമോ ഇല്ല. ശീലത്തെക്കുറിച്ച് കുറ്റബോധമില്ലെങ്കിൽ പിന്നെ താങ്കൾ എന്തിനാണ് വിഷമിക്കുന്നത്? അപ്പോൾ ആ ഭിക്ഷു പറഞ്ഞു: ബന്ദേ, ശീലവിശുദ്ധിക്ക് ആയിട്ടല്ല താങ്കൾ ധമ്മം പഠിപ്പിച്ചത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഭഗവാൻ ചോദിച്ചു: പിന്നെ എന്തിനാണ് ധർമ്മം പഠിപ്പിക്കുന്നത്? ബന്ദേ, താങ്കൾ പഠിപ്പിച്ചിട്ടുള്ള ധർമ്മം രാഗത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. രാഗവിരാഗം, അതായത് രാഗത്തിനെ ആക്കാനാണ് ഈ ധമ്മവിനയം മുഴുവനുള്ളത്. ഇവിടെ രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനിക്കിഷ്ടം എന്ന് പറയുന്ന എല്ലാം രാഗം തന്നെയാണ്. 6 ആയതനങ്ങളിൽ എനിക്ക് ഇഷ്ടം എന്നുള്ള കാര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് രാഗം. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധമ്മവിനയം മുഴുവൻ ഭഗവാൻ പഠിപ്പിച്ചത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: സാധു സാധു ഭിക്ഷു, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ധർമ്മം രാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനുശേഷം ഭഗവാൻ ആ ഭിക്ഷുവിനോട് ചോദിച്ചു: ഭിക്ഷു, കണ്ണ് നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ദേ. ഏതൊന്ന് അനിത്യമാണോ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ദേ. ഏതൊന്ന് അനിത്യമാണോ ദുഃഖമാണോ അത് ഞാൻ എൻ്റെ എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല ബന്ദേ. ഇതേപോലെ തന്നെ ബാക്കി 5 ആയതനങ്ങളെപ്പറ്റിയും ചോദിക്കുന്നു. മൂക്ക്, നാവ്, ചെവി, ശരീരം, മനസ്സ്, ഇതെല്ലാം നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ദേ. ഏതൊന്ന് അനിത്യവും ആണോ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ദേ. ഏതൊന്ന് അനിത്യമാണോ ദുഃഖമാണോ അതിനെ ഞാൻ എൻ്റെ എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല ബന്ദേ. ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ രാഗം നഷ്ടമാവും. രാഗം നഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ മുക്തരാകും. മുക്തനായി കഴിഞ്ഞാൽ മുക്തനായി എന്നുള്ള അറിവ് നമ്മൾക്ക് ഉണ്ടാകും. 75. ഇതേപോലെ തന്നെ മറ്റൊരു ഭിക്ഷു രോഗബാധിതനായി. ഭഗവാൻ ആ ഭിക്ഷുവിൻ്റെ അടുത്ത് പോയി. ആ ഭിക്ഷുവും ഇതേപോലെ തന്നെയാണ് പറയുന്നത്: ഞാൻ ശീലവിശുദ്ധിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സാധന ചെയ്യുന്നത്. ധർമ്മം പഠിപ്പിച്ചിരിക്കുന്നത് അനുപാത പരിനിബ്ബാണം, അതായത് ഉപാദാനം ഒട്ടും ഇല്ലാതെ അവസാനത്തിൽ നിബ്ബാണം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ധർമ്മം പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: സാധു സാധു ഭിക്ഷു, താങ്കൾ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ ധർമ്മം പഠിപ്പിച്ചത് അനുപാത പരിനിബ്ബാണം, അതിനു വേണ്ടിയിട്ടാണ്. ഭിക്ഷു, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? ചക്ഷു നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ദേ. അനിത്യമായിട്ടുള്ളത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ദേ. ഏതൊന്ന് അനിത്യവും ദുഃഖവുമാണോ അതിനെ ഞാൻ എൻ്റെ എന്ന് നമ്മൾ വിചാരിക്കാൻ സാധിക്കുമോ? ഇല്ല ബന്ദേ. അതേപോലെ തന്നെ ചക്ഷുവിജ്ഞാനം, ചക്ഷുവിൻ്റെ സ്പർശം, അതുമൂലം ഉണ്ടാകുന്ന വേദന, ഇതെല്ലാം നിത്യമാണോ അനിത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഉത്തരം അനിത്യമാണ് എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി 5 ആയതനങ്ങൾ: കാത്, മൂക്ക്, ശരീരം, മനസ്സ്, നാവ്, ഇവയുടെ എല്ലാം വിജ്ഞാനം, ഇവയുടെ എല്ലാം സ്പർശം, ഇവയിൽ നിന്നുണ്ടാകുന്ന വേദന, ഇതെല്ലാം നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ദേ. ഏതൊന്ന് അനിത്യമാണോ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ദേ. ഏതൊന്ന് അനിത്യവും ദുഃഖവുമാണോ അതിന് ഞാൻ എൻ്റെ എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല ബന്ദേ. 76. ഒരിക്കൽ ആയുഷ്മാൻ രാധ ഭഗവാന്റെ അടുത്ത് വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു: ബന്ദേ, എനിക്ക് ധർമ്മം വളരെ സംക്ഷിപ്തമായിട്ട് വിവരിച്ചു തന്നാലും. രാധ: എന്തൊന്ന് അനിത്യമാണോ അതിനോടുള്ള ആഗ്രഹം താങ്കൾ ഉപേക്ഷിക്കുക. എന്താണ് അനിത്യം? കണ്ണ് അനിത്യമാണ്, അതിനോടുള്ള ആഗ്രഹം താങ്കൾ ഉപേക്ഷിക്കണം. രൂപം അനിത്യമാണ്, അതിനോടുള്ള ആഗ്രഹം താങ്കൾ ഉപേക്ഷിക്കണം. ചക്ഷുവിജ്ഞാനം അനിത്യമാണ്, അതിനോടുള്ള ആഗ്രഹം താങ്കൾ ഉപേക്ഷിക്കണം. ചക്ഷു സ്പർശം അനിത്യമാണ്, അതിനോടുള്ള ആഗ്രഹം താങ്കൾ ഉപേക്ഷിക്കണം. ആ ചക്ഷുസ്പർശം മൂലം ഏതൊരു വേദന ഉണ്ടാകുന്നുവോ അത് സുഖമായാലും ദുഃഖമായാലും ന്യൂട്രലായാലും അതിനോടുള്ള ആഗ്രഹം താങ്കൾ ഉപേക്ഷിക്കണം.
ഇതേപോലെ തന്നെ ബാക്കി 5 ആയതനങ്ങളിലും ഇതേപോലെ തന്നെ എല്ലാം ആഗ്രഹം ഉപേക്ഷിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട സൂത്രമാണ്. ഈ ഒറ്റ കാര്യം മനസ്സിലായതിൽ തന്നെ നമുക്ക് അർഹന്തനാകാനുള്ള വഴി ലഭിച്ചു കഴിഞ്ഞു. 77. ഇതേപോലെ തന്നെ ആയുഷ്മാൻ രാധ വന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, രാധ, ഏതൊന്ന് ദുഃഖമാണോ അതിനോടുള്ള ആഗ്രഹം താങ്കൾ ഉപേക്ഷിക്കണം. വീണ്ടും ഈ 6 ആയതനങ്ങൾ, അതിൻ്റെ വിഷയങ്ങൾ, അതിൻ്റെ വിജ്ഞാനം, സ്പർശം, വേദന ഇവയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. 78. വീണ്ടും ഭഗവാൻ ആയുഷ്മാൻ രാധനോട് ഇങ്ങനെ പറഞ്ഞു, രാധ, ഏതൊന്ന് അനാത്മകമാണോ അതിനോടുള്ള ആഗ്രഹം താങ്കൾ ഉപേക്ഷിക്കുക. വീണ്ടും ഈ 6 ആയതനങ്ങൾ, അതിൻ്റെ വിഷയം, അതിൻ്റെ വിജ്ഞാനം, സ്പർശം, വേദന ഇവയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരിക്കൽ ഒരു ഭിക്ഷു ഭഗവാന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, ഭന്തേ, ഏതുപേക്ഷിച്ചാലാണ് നമ്മൾക്ക് അവിദ്യ ഉപേക്ഷിക്കാൻ സാധിക്കുന്നത്? അതുമൂലം സത്യമായിട്ടുള്ള അറിവ് ഉണ്ടാകുന്നത്. ഭിക്ഷു, താങ്കൾ അവിദ്യ ഉപേക്ഷിക്കുക, അപ്പോൾ തീർച്ചയായിട്ടും ട്രൂ നോളേജ് താങ്കളുടെ ഉള്ളിൽ വരുന്നതാണ്. അനിത്യമാണ് അപ്രകാരമുള്ള ഒരു സാധനം. അതിനെ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സത്യജ്ഞാനം പ്രകടമാവുന്നു, അവിദ്യ നഷ്ടമാകുന്നു. ഭിക്ഷു കണ്ണിനെ അനിത്യമാണ് എന്ന് വിചാരിക്കുന്ന സമയത്ത് അവിദ്യ നഷ്ടമാകുന്നു, സത്യജ്ഞാനം ഉണരുന്നു. അതേപോലെ തന്നെ ആ ഭിക്ഷു രൂപം അനിത്യമാണ് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അവിദ്യ നഷ്ടമാകുന്നു, വിദ്യ ഉൽപ്പന്നമാകുന്നു. അതേപോലെ തന്നെ വിജ്ഞാനം, അതേപോലെ തന്നെ വേദന, ഇവയെല്ലാം അനിത്യമാണ് എന്ന് അറിയുന്ന സമയത്ത് അവിദ്യ നഷ്ടമാകുന്നു, വിദ്യ ഉൽപ്പന്നമാകുന്നു. 80. ബന്ധേ, എന്ത് കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾക്ക് അവിദ്യ നഷ്ടമാക്കാൻ സാധിക്കുന്നത്? ഒരു ഭിക്ഷു ഇങ്ങനെ കേൾക്കുന്നു, ഒന്നിനോടും തന്നെ ഒട്ടുപിടിക്കരുത്. ഭിക്ഷു ഇത് കേൾക്കുന്ന സമയത്ത് ആ ഭിക്ഷു എല്ലാറ്റിനെയും അറിയുന്നു. അങ്ങനെ എല്ലാറ്റിനെയും അറിയുന്ന സമയത്ത് എല്ലാറ്റിനെയും മനസ്സിലാക്കുന്നു. എല്ലാറ്റിനെയും മനസ്സിലാക്കുന്ന സമയത്ത് എല്ലാ നിമിത്തങ്ങളെയും മറ്റൊരു രീതിയിലാണ് ആ ഭിക്ഷു കാണുന്നത്. ആ ഭിക്ഷു കണ്ണിനെ, രൂപത്തെ, ചക്ഷുവിജ്ഞാനത്തെ, സ്പർശത്തെ, വേദനയെ എല്ലാം മറ്റൊരു രീതിയിലാണ് കാണുന്നത്. അങ്ങനെ കാണുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ അവിദ്യ നഷ്ടമാകുന്നു. ഒരിക്കൽ കുറേ ഭിക്ഷുക്കൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ബന്ധേ, എന്തിനാണ് ഈ ബ്രഹ്മചര്യ ജീവിതം എന്ന് മറ്റുള്ളവർ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്താണ് ഉത്തരം കൊടുക്കേണ്ടത്? ദുഃഖത്തെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാനാണ് ഈ ബ്രഹ്മചര്യം ജീവിക്കേണ്ടത്. അങ്ങനെയാണ് ഉത്തരം കൊടുക്കേണ്ടത്. അപ്പോൾ മറ്റുള്ളവർ ചോദിക്കും, എന്താണ് ആ ദുഃഖം? അപ്പോൾ നിങ്ങൾ പറയണം, കണ്ണ് ദുഃഖമാണ്. ഇതിനെപ്പറ്റി മുഴുവൻ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മചര്യ ജീവിതം നയിക്കുന്നത്. രൂപം ദുഃഖമാണ്, അതിനെപ്പറ്റി മുഴുവനായിട്ട് അറിയാനാണ് ബ്രഹ്മചര്യ ജീവിതം ജീവിക്കുന്നത്. ചക്ഷുവിജ്ഞാനം, ചക്ഷുസ്പർശം, വേദന, ഇത് മുഴുവൻ ദുഃഖമാണ്. ഇതിനെപ്പറ്റി അറിയാനാണ് ബ്രഹ്മചര്യ ജീവിതം നയിക്കുന്നത്. നിങ്ങളോട് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഈ രീതിയിൽ നിങ്ങൾ ഉത്തരം പറയണം. 82. ഒരിക്കൽ ഒരു ഭിക്ഷു ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിച്ചു, ബന്ധേ, എന്തിനെയാണ് ഈ ലോകം എന്ന് പറയുന്നത്? രുപ്പതീതി ലോകം, അതായത് നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ലോകം. എന്താണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്? ഭിക്ഷു, ഈ കണ്ണാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്, രൂപമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ണിൻ്റെ വിജ്ഞാനമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ണിൻ്റെ സ്പർശമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്പർശം മൂലം ഉണ്ടാകുന്ന 3 തരത്തിലുള്ള വേദനയും അതും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള 5 ആയതനങ്ങൾ, അവയെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ ലോകം എന്ന് പറയുന്നത്. നമ്മൾ സതിപട്ടാന സൂത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ലോകം എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ 6 ആയതനങ്ങൾ തന്നെയാണ് ലോകം. അതിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും തന്നെയാണ് ലോകം. 85. ഒരിക്കൽ ആയുഷ്മാൻ ആനന്ദൻ ഭഗവാനെ സമീപിച്ച് ഇങ്ങനെ ചോദിച്ചു, ബന്ധേ, ഈ ലോകം ശൂന്യമാണ് എന്ന് പറയാറുണ്ട്. എന്താണ് ഈ ശൂന്യമായിട്ടുള്ള ലോകം? ആനന്ദ, ഈ ലോകത്തിൽ നമ്മുടേതായിട്ട് ഒന്നും തന്നെ ഇല്ല, ഞാൻ എന്ന് പറയുന്നതും ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ ശൂന്യമായത് എന്ന് പറയുന്നത്. ആനന്ദ, ഈ കണ്ണ് നമ്മുടേതല്ല, അത് ഞാനല്ല. അതേപോലെ തന്നെ രൂപം, ചക്ഷുവിജ്ഞാനം,
ചക്ഷുവിൻ്റെ സ്പർശം, ചക്ഷുവിൽ നിന്നുണ്ടാകുന്ന 3 തരത്തിലുള്ള വേദന, ഇതൊന്നും നമ്മുടേതല്ല, നമ്മളല്ല. ഇങ്ങനെ നമ്മൾ അറിയുന്ന സമയത്താണ് ഈ ലോകം ശൂന്യമാണ് എന്ന് മനസ്സിലാകുന്നത്. 86. ആയുഷ്മാൻ ഭഗവാന്റെ അടുത്ത് വന്ന് ധർമ്മത്തെ സംക്ഷിപ്തമായിട്ട് ഉപദേശിക്കാൻ പറയുന്നു. അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നു, ആനന്ദ, കണ്ണ് നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ധേ. അനിത്യമായത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ധേ. ഏതെന്ന് അനിത്യമാണോ ദുഃഖമാണോ അത് ഞാൻ എൻ്റെ എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല ബന്ധേ. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ആയുധങ്ങളിലും ഇതേപോലെ തന്നെ പറയുന്നു. 88. പുണ്ണ. ഒരിക്കൽ ആയുഷ്മാൻ പുണ്ണൻ ഭഗവാന്റെ അടുത്ത് വന്ന് ധർമ്മത്തെ സംക്ഷിപ്തമായിട്ട് ഉപദേശിക്കാൻ അഭ്യർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൂത്രമാണ്. പുണ്ണ, കണ്ണുകൊണ്ട് കാണുന്ന രൂപം അത് ആഗ്രഹിക്കുന്നതാണ്, സന്തോഷം ഉണ്ടാക്കുന്നതാണ്, അനുകൂലമാണ്, സന്തോഷിപ്പിക്കുന്നതാണ്, ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നതാണ്, സുഖിപ്പിക്കുന്നതാണ്. ഒരു ഭിക്ഷു അതിൽ സന്തോഷം കണ്ടെത്തുകയാണ്, അതിനെ സ്വാഗതം ചെയ്യുകയാണ്, അതിനെ പിടിക്കുകയാണ് എങ്കിൽ ആ ഭിക്ഷുവിൽ നന്ദി അല്ലെങ്കിൽ ആസ്വാദനം ഉടലെടുക്കുന്നു. നന്ദി സമുദയ ദുഃഖ സമുദയ, അതായത് ആസ്വാദനം ഉടലെടുക്കുന്ന സമയത്ത് ദുഃഖം തന്നെയാണ് ഉടലെടുക്കുന്നത് എന്ന് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള 5 ആയതനങ്ങളിലും കാതും ശബ്ദവും അത് പ്രിയപ്പെട്ടതാണ്. പ്രിയപ്പെട്ടതാകുന്ന സമയത്ത് നമ്മൾക്കതിൽ ആഗ്രഹമുണ്ടാകുന്നു. ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം തന്നെയാണ് ഉടലെടുക്കുന്നത്. അതായത് ഈ 5 ആയതനങ്ങളിലും അല്ലെങ്കിൽ 6 ആയതനങ്ങളിലും നമ്മൾ സുഖമായിട്ടുള്ളത് കാണുന്ന സമയത്ത് അതിൽ ആസ്വദിക്കരുത്. അതാണ് ഇവിടെ പറയുന്നത്. 92. ഭിക്ഷുക്കളെ, ഞാൻ നിങ്ങൾക്ക് ദ്വന്ദ്ം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പറയാം. കണ്ണ് രൂപം, ചെവി ശബ്ദം, മൂക്ക് ഗന്ധം, നാവ് രുചി, ശരീരം സ്പർശം, മനസ്സ് ധർമ്മം. ഇതിനെയാണ് ദ്വന്ദ്ങ്ങൾ എന്ന് പറയുന്നത്. ഇതൊഴിച്ചിട്ട് മറ്റൊരു ദ്വന്ദ്വത്തെ നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. 93. ഭിക്ഷുക്കളുടെ, നമ്മളെ വിജ്ഞാനം എന്ന് പറയുന്നത് ഈ ദ്വന്ദ്ങ്ങളെ ആശ്രയിച്ചിട്ടാണ് വരുന്നത്. കണ്ണും രൂപത്തിനെയും ആശ്രയിച്ചിട്ടാണ് ചക്ഷുവിജ്ഞാനം ഉണ്ടാകുന്നത്. കണ്ണ് അനിത്യമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, മാറ്റമുള്ളതാണ്. അതേപോലെ തന്നെ രൂപവും അനിത്യമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, മാറ്റമുള്ളതാണ്. അതിനാൽ ഈ 2 ദ്വന്ദ്ങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അനിത്യമാണ്, നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ചക്ഷുവിൻ്റെ വിജ്ഞാനം അതും അനിത്യമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതാണ്. ചക്ഷുവിജ്ഞാനത്തിനുള്ള കാരണവും മാറുന്നതാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്, അനിത്യമാണ്. ഈ ചക്ഷുവിജ്ഞാനം ഉദിക്കുന്നത് മാറ്റത്തിൽ നിന്നാണ്. മാറ്റം മൂലമാണ് ഈ ചക്ഷുവിജ്ഞാനം ഉദിക്കുന്നത്. അപ്പോൾ മാറ്റം മൂലമുണ്ടായിട്ടുള്ള ഈ ചക്ഷുവിജ്ഞാനം എങ്ങനെയാണ് നിത്യമാകുന്നത്? ഈ 3 കൂടിച്ചേരലാണ് സ്പർശം എന്ന് പറയുന്നത്. കണ്ണിൻ്റെ സ്പർശവും അതും അനിത്യമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ചക്ഷുസ്പർശത്തിൻ്റെ കാരണങ്ങളും അതും മാറിക്കൊണ്ടിരിക്കുന്നതാണ്, നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതാണ്. നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഇതിനെ ആശ്രയിച്ചുണ്ടായിരിക്കുന്ന ചക്ഷുവിജ്ഞാനം ഇതെങ്ങനെയാണ് നിത്യമാകുന്നത്? സ്പർശമുണ്ടാകുന്ന സമയത്താണ് നമ്മൾക്ക് വേദനയുണ്ടാകുന്നത്. സ്പർശമുണ്ടാകുന്ന സമയത്താണ് നമ്മൾക്ക് ഇൻറ്റൻഷൻ ഉണ്ടാകുന്നത്. സ്പർശമുണ്ടാകുന്ന സമയത്താണ് നമ്മൾ അതിനെ പ്രിസീവ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അനിത്യമാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതേപോലെ തന്നെയാണ് ബാക്കി 5 ആയതനങ്ങളെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മുടെ വിജ്ഞാനം ഈ ദ്വന്ദ്ങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു. അതായത് അതിൽ ആസക്തി ഉണ്ടാകുന്നില്ല. 94. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൂത്രമാണ്. ശ്രാവസ്തിയിൽ ഭഗവാൻ ഭിക്ഷുക്കളോട് പറഞ്ഞു, ഭിക്ഷുക്കളെ, ഈ 6 ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല, നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല, നമ്മളതിനെ നിയന്ത്രണത്തിൽ വെച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾക്ക് ദുഃഖം തരുന്നതാണ്. ഭിക്ഷുക്കളെ, ഈ കണ്ണ് ഒരു ഇന്ദ്രിയമാണ്. അതിനെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല, പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല, നമ്മളുടെ അധീനതയിൽ വെച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾക്ക് ദുഃഖം തരും. അതേപോലെ തന്നെ മൂക്ക്, നാവ്, ചെവി, ശരീരം, മനസ്സ്, ഇതിനെല്ലാം നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ നമ്മൾക്ക് ദുഃഖം തരും. ഭിക്ഷുക്കളെ, ഈ 6 ഇന്ദ്രിയങ്ങൾ ഉണ്ട്. ഇതിനെ നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്, നമ്മളുടെ അധീനതയിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾക്ക് സുഖം തരും.
അതായത് കണ്ണ്, മൂക്ക്, നാവ്, ചെവി, ശരീരം, മനസ്സ് ഇവയെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് സുഖം തരും എന്നാണ് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ 6 ഇന്ദ്രിയങ്ങളും ഈ സമയത്ത് നമ്മുടെ വശത്തല്ല. കാരണം അവയുടെ വശത്താണ് നമ്മൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത് അവയെ നമ്മളുടെ വശത്താക്കണം. ഒരിക്കൽ ആയുഷ്മാൻ മാലുങ്ക്യപുത്തൻ ഭഗവാന്റെ അടുത്ത് പോയി. ഈ മാലുങ്ക്യപുത്തൻ എന്ന് പറയുന്നത് വളരെയധികം വയസ്സായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് പോയിട്ട് ധർമ്മത്തെ വളരെ സംക്ഷിപ്തമായിട്ട് ഉപദേശിക്കാൻ അഭ്യർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, മാലിങ്ക്യപുത്ര, കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിനായിട്ട് താങ്കൾക്ക് എന്തെങ്കിലും ആഗ്രഹം, ആസ്വദിക്കാനുള്ള തോന്നൽ, അതിനോടുള്ള ആസക്തി ഉണ്ടോ? അതായത് ഇതുവരെ കാണാത്ത, ഇനി കാണാൻ പോകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തോട് നിങ്ങൾക്ക് ആസക്തിയുണ്ടോ? ഇല്ല ബന്ധേ. അതേപോലെ തന്നെ മാലുങ്ക്യപുത്ര, കാതുകൊണ്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ശബ്ദം, അതിനോടുള്ള ആസക്തി അതുണ്ടോ? ഇല്ല ബന്ധേ. അതേപോലെ തന്നെ ഭഗവാൻ 6 ആയുധങ്ങളെക്കുറിച്ചും ചോദിക്കുന്നു. ഇല്ല ബന്ധേ എന്ന് പറഞ്ഞു. മാലിങ്ക്യപുത്ര, നമ്മൾ എന്ത് കാണുന്നോ, എന്ത് കേൾക്കുന്നോ, എന്ത് അനുഭവിക്കുന്നോ, എന്ത് അറിയുന്നുവോ, കാണുന്നതിൽ കാണുന്നത് മാത്രമേ പാടുകയുള്ളൂ. എന്തെന്ന് കേൾക്കുന്നോ അതിൽ കേൾക്കൽ മാത്രമേ പാടുകയുള്ളൂ. എന്തെന്ന് അറിയുന്നോ അതിൽ അറിവ് മാത്രമേ ഉണ്ടാകാൻ പാടുകയുള്ളൂ. എന്തെന്ന് മനസ്സിലാക്കുന്നുവോ അതിൽ മനസ്സിലാക്കുകൾ മാത്രമേ പാടുകയുള്ളൂ. അങ്ങനെ കാണൽ മാത്രം, കേൾക്കൽ മാത്രം, മനസ്സിലാക്കൽ മാത്രം ആണ് ഉള്ളതെങ്കിൽ അതുമൂലം നിങ്ങൾക്ക് ദുഃഖത്തിൻ്റെ അറുതി വരുത്തും. അപ്പോൾ മാലിങ്ക്യപുത്തൻ ഭഗവാനോട് പറഞ്ഞു, അർത്ഥം എനിക്കിതിൻ്റെ മനസ്സിലായി ബന്ധേ. നമ്മൾ ഒരു രൂപത്തെ വിചലിതമായിട്ടുള്ള മനസ്സ് കൊണ്ട് കാണുന്ന സമയത്ത് ആ രൂപം ഇഷ്ടമാണെങ്കിൽ നമ്മൾക്ക് അതിൽ ആസക്തി ഉണ്ടാകുന്നു. മനസ്സുകൊണ്ട് അത് ആസ്വദിച്ച് നമ്മളതിനെ മുറുകെ പിടിക്കുന്നു. അതുമൂലം നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള വേദനകൾ ഉൽപ്പന്നമാകുന്നു. അതുമൂലം നമ്മൾക്ക് രാഗവും ദേഷ്യവും ഉണ്ടാകുന്നു. അതുമൂലം നമ്മുടെ മനസ്സ് വിചലിതമാകുന്നു. വിചലിതമായിട്ടുള്ള മനസ്സ് ദുഃഖിതമാണ്. അത് നിബ്ബാണത്തിന് ദൂരെയാണ്. ഇതേപോലെ തന്നെ ബാക്കി 5 ആയുധങ്ങളിലും ഇതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് മാലിങ്ക്യപുത്തൻ ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ ഭഗവാനും അത് ശരി എന്ന് പറഞ്ഞു. അതിനുശേഷം മാലുങ്ക്യപുത്തൻ ഈ ഉപദേശത്തെ ഗ്രഹിച്ചുകൊണ്ട് ഒരു നിർജ്ജനമായിട്ടുള്ള സ്ഥലത്തിരുന്ന് തപസ് ചെയ്ത് അർഹന്തനായിട്ട് തീരുന്നു. 96 ഭിക്ഷുക്കളെ, ഈ 6 ആയുധങ്ങളിൽ നമ്മൾ എപ്പോഴാണ് അധപ്പതിക്കുന്നത്, നമ്മൾ എപ്പോഴാണ് അധപ്പതിക്കാത്തത് എന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് നമ്മൾ അധപ്പതിക്കുന്നത്? നമ്മൾ ഒരു രൂപത്തെ കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അകുശലമായിട്ടുള്ള ഒരുപാട് സ്ഥിതികളും ചിന്തകളും മനോസ്ഥിതികളും ഉടലെടുക്കുന്നു. ഒരു ഭിക്ഷു ഈ അകുശലമായിട്ടുള്ള ചിന്തകളെ സഹിക്കുകയാണ്, അതിനെ ഉപേക്ഷിക്കുന്നില്ല, അതിനെ നീക്കം ചെയ്യുന്നില്ല, അതിനെ അവസാനിപ്പിക്കുന്നില്ല, അതിനെ പൂർണ്ണമായിട്ടും തുടച്ചു നിൽക്കുന്നില്ല എങ്കിൽ ആ ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കണം, ഞാൻ കുശലധർമ്മങ്ങളിൽ നിന്ന് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് അധപ്പതനം എന്ന് നമ്മൾ പറയുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള 5 ആയുധങ്ങളിലും ഇതേപോലെ തന്നെ കാണണം. ഇങ്ങനെയാണ് നമ്മൾ അധപ്പതിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഭിക്ഷുക്കളെ അധപ്പതിക്കാതിരിക്കുന്നത്? ഒരു ഭിക്ഷു കണ്ണുകൊണ്ട് രൂപത്തെ കാണുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ അകുശലങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണരുന്നു, അതിൻ്റെ ഓർമ്മകൾ ഉണരുന്നു. അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഇൻറ്റൻഷൻ ആ വ്യക്തിയുടെ മനസ്സിൽ ഉണരുന്നു. അപ്പോൾ ആ ഭിക്ഷു അതിനെ സഹിക്കുന്നില്ല, അതിനെ ഉടൻ തന്നെ കളയുന്നു, അതിനെ ഒഴിവാക്കുന്നു, അതിനെ അവസാനിപ്പിക്കുന്നു, അതിനെ ഇല്ലാതാക്കുന്നു. അപ്പോൾ ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കണം, ഞാൻ കുശലധർമ്മങ്ങളിൽ നിന്ന് അധപ്പതിക്കുന്നില്ല. ഇതേപോലെ തന്നെ ബാക്കി 5 ആയുധങ്ങളിലും ഇതേപോലെ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ കുശലധർമ്മങ്ങളിൽ ഒരിക്കലും അധപ്പതിക്കുന്നില്ല. ഇനി ഈ 6 ഇന്ദ്രിയങ്ങളിലും നമ്മൾ അതിൻ്റെ അധിപനായോ എന്ന് നമ്മൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും? നമ്മൾ ഒരു രൂപത്തെ കാണുന്ന സമയത്ത് അകുശലങ്ങളായിട്ടുള്ള ഒരു ചിന്തകളും ഉദിക്കുന്നില്ല, അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉദിക്കുന്നില്ല, അതിനെക്കുറിച്ചുള്ള ഒരു ഇൻറ്റൻഷനും ഉദിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കണം, ഈ ഇന്ദ്രിയത്തെ ഞാൻ സ്വാധീനമാക്കി. അതേപോലെ തന്നെ ബാക്കിയുള്ള 5 ആയുധങ്ങളിലും, അതായത് ഒരു വ്യക്തി പൂർണ്ണമായിട്ട് ഇന്ദ്രിയങ്ങളെ
നിയന്ത്രണത്തിന് ആക്കിയോ ഇല്ലയോ എന്നെങ്ങനെ അറിയും? അതിങ്ങനെയാണ് അറിയേണ്ടത്. 6 ഇന്ദ്രിയങ്ങളും കൊണ്ടും നമ്മൾ സ്പർശിക്കുന്ന സമയത്ത് യാതൊരുവിധ അകുശലങ്ങളായിട്ടുള്ള ധർമ്മങ്ങളും നമ്മുടെ മനസ്സിൽ ഉയരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇന്ദ്രിയങ്ങളെ കീഴടക്കി. 97. എങ്ങനെയാണ് നമ്മൾ പ്രമാദത്തോടുകൂടി വർത്തിക്കുന്നത്? നമ്മൾക്ക് കണ്ണിൻ്റെ മേലെ നിയന്ത്രണം ഇല്ല എങ്കിൽ നമ്മുടെ മനസ്സ് ചീത്തയാക്കുന്നു. അതായത് കണ്ണുകൊണ്ട് നമ്മൾ ഇഷ്ടമുള്ള രൂപങ്ങളെല്ലാം കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ചീത്തയാവുന്നു. അപ്പോൾ മനസ്സിൽ പ്രമോദമുണ്ടാകുന്നില്ല. പ്രമോദം മനസ്സിൽ ഇല്ലെങ്കിൽ പ്രീതി ഉണ്ടാകുന്നില്ല. പ്രീതി ഇല്ലെങ്കിൽ പ്രസദ്ധി ഉണ്ടാകുന്നില്ല. പ്രസദ്ധി ഇല്ലെങ്കിൽ ഒരു വ്യക്തി ദുഃഖത്തിൽ തന്നെയാണ് കഴിയുന്നത്. അങ്ങനെ ദുഃഖത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് സമാധിഷ്ഠമാകുന്നില്ല. അങ്ങനെ സമാധിഷ്ഠമായില്ല എങ്കിൽ ധർമ്മത്തെ അറിയാൻ സാധിക്കില്ല. അങ്ങനെ ധർമ്മത്തെ അറിയുന്നില്ല എങ്കിൽ ആ വ്യക്തി പ്രമാദത്തോടുകൂടി തന്നെയാണ് കഴിയുന്നത്. അതുപോലെ തന്നെയാണ് ബാക്കി 5 ആയതനങ്ങളിലും നമ്മൾ ഇതേപോലെ തന്നെ മനസ്സിലാക്കണം. അതായത് ഈ 5 ഇന്ദ്രിയങ്ങളിലും നമ്മൾക്ക് നിയന്ത്രണം ഇല്ലെങ്കിൽ മനസ്സ് കളങ്കിതമാവുന്നു. അപ്പോൾ പ്രമാദം ഉണ്ടാകുന്നില്ല. പ്രമോദം ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രീതി ഉണ്ടായില്ല. പ്രീതി ഉണ്ടായിട്ടില്ലെങ്കിൽ ശരീരം പ്രസദ്ധി ഉണ്ടാവില്ല. പ്രസദ്ധി ഉണ്ടായിട്ടില്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഉണ്ടാകില്ല, സമാധി ഉണ്ടാവില്ല. സമാധി ഉണ്ടായിട്ടില്ലെങ്കിൽ ധർമ്മത്തെ അറിയില്ല. ധർമ്മത്തെ അറിയില്ലെങ്കിൽ ഒരു വ്യക്തി പ്രമാദത്തോടു കൂടി തന്നെയാണ് കഴിയുന്നത്. ഇനി ഇതിന് വിപരീതമായി കഴിഞ്ഞാൽ പ്രമോദത്തോടെ അല്ല കഴിയുന്നത്. അപ്പോൾ നമ്മൾ ജാഗരൂകതയോടെ എങ്ങനെയാണ് കഴിയുന്നത്? നമ്മൾ കണ്ണ് എന്ന ആയതനത്തെ നിയന്ത്രിച്ചു എങ്കിൽ ഒരിക്കലും മനസ്സ് കളങ്കം ഉണ്ടാകില്ല. കളങ്കം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾക്ക് പ്രമോദം ഉണ്ടാകും. പ്രമോദം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രീതി ഉണ്ടാകും. പ്രീതി ഉണ്ടാകുന്ന സമയത്ത് പ്രസദ്ധി ഉണ്ടാകും. പ്രസദ്ധി ഉണ്ടാകുന്ന സമയത്ത് സുഖമുണ്ടാകുന്നു. സുഖമുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സമാധി ഉണ്ടാകുന്നു. സമാധി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ധർമ്മം പ്രകടമാകുന്നു. ധർമ്മം പ്രകടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തി ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ബാക്കി 5 ആയതനങ്ങളിലും നമ്മൾ അറിയേണ്ടത്. അതായത് 6 ആയതനങ്ങളെയും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് സമാധി ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. 98. എങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾക്ക് നിയന്ത്രണം നഷ്ടമാകുന്നത്? ആദ്യമായിട്ട് നിയന്ത്രണം നഷ്ടമാകുന്നത് എങ്ങനെ എന്ന് പറയാം. ഭിക്ഷുക്കളെ, നമ്മൾ കണ്ണുകൊണ്ട് രൂപം കാണുന്നു. ആ രൂപം നമ്മൾക്ക് ഇഷ്ടമാണ്, ആഗ്രഹമുള്ളതാണ്, സന്തോഷം ജനിപ്പിക്കുന്നതാണ്, സുഖിപ്പിക്കുന്നതാണ്, ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നതാണ്, മനസ്സിന് ഇണങ്ങിയതാണ്. അപ്പോൾ ഒരു ഭിക്ഷു അതിൽ സുഖം കണ്ടെത്തുകയാണ്, അതിനെ സ്വാഗതം ചെയ്യുകയാണ്, അതിൽ ഒട്ടിപ്പിടിക്കുകയാണ് എങ്കിൽ ആ വ്യക്തി ഇങ്ങനെ മനസ്സിലാക്കണം, ഞാൻ കുശലധർമ്മങ്ങളിൽ നിന്ന് അകുശലധർമ്മങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ബാക്കി 5 ആയതനങ്ങളിലും. ഇനി എങ്ങനെയാണ് നിയന്ത്രണം പാലിക്കുന്നത്? നമ്മൾ കണ്ണുകൊണ്ട് രൂപം കാണുന്ന സമയത്ത് ആ രൂപം നമ്മൾക്ക് ആഗ്രഹമുള്ളതാണ്, ഇഷ്ടമുള്ളതാണ്, അനുകൂലമാണ്, സുഖിപ്പിക്കുന്നതാണ്, ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നതാണ്, രസിപ്പിക്കുന്നതാണ്. എന്നാൽ നമ്മൾ അതിൽ സന്തോഷിക്കുന്നില്ല, അതിനെ സ്വാഗതം ചെയ്യുന്നില്ല, അതിൽ നമ്മൾ ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം, നമ്മൾ കുശലധർമ്മങ്ങളിൽ നിന്ന് വീഴുന്നില്ല. അതേപോലെ തന്നെ ബാക്കി 5 ആയതനങ്ങളെയും ഇതേപോലെ തന്നെ കാണണം. 99. ഭിക്ഷുക്കളെ, നിങ്ങൾ സമാധി വർദ്ധിപ്പിക്കുക. സമാധിഷ്ഠനായിട്ടുള്ള ഒരു ഭിക്ഷു കാര്യങ്ങൾ യഥാർത്ഥമായി കാണുന്നു. എന്ത് കാര്യമാണ് അദ്ദേഹം യഥാർത്ഥമായിട്ട് കാണുന്നത്? കണ്ണ് അനിത്യമാണ്, രൂപം അനിത്യമാണ്, ചക്ഷുവിജ്ഞാനം അനിത്യമാണ്, ചക്ഷുസ്പർശം അനിത്യമാണ്. ഏതൊരു സുഖവും ദുഃഖവും ന്യൂട്രലുമായിട്ടുള്ള വേദനകളുണ്ടോ അതും അനിത്യമാണ്. അതേപോലെ തന്നെ ബാക്കി 5 ആയതനങ്ങളിലും ഇതേപോലെ തന്നെ കാണണം. അതുപോലെ തന്നെ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതിനാൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിക്കണം. 101. ഭിക്ഷുക്കളെ, എന്തെല്ലാം നിങ്ങളുടേത് അല്ലയോ അവയെ നിങ്ങൾ ഉപേക്ഷിക്കുക. അത് നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ആയിരിക്കും. ഭിക്ഷുക്കളെ, എന്താണ് നിങ്ങളുടേത് അല്ലാത്തത്? കണ്ണ് നിങ്ങളുടേതല്ല, അതിനാൽ അതിനെ ഉപേക്ഷിക്കുക. അതിനെ ഉപേക്ഷിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും ആയിട്ട് ഭവിക്കുന്നു. അതേപോലെ തന്നെ രൂപം നിങ്ങളുടേതല്ല, ചക്ഷുവിജ്ഞാനം നിങ്ങളുടേതല്ല, ചക്ഷുസ്പർശം നിങ്ങളുടേതല്ല, ചക്ഷുസ്പർശം മൂലമുണ്ടാകുന്ന 3 വേദനകളും നിങ്ങളുടേതല്ല. അതിനെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക.
അതേപോലെ തന്നെ ബാക്കി 5 ആയതനങ്ങളിലും ഇതേപോലെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഇതിനെല്ലാം ഉപേക്ഷിച്ചാൽ നമ്മൾക്ക് സുഖത്തിനും സന്തോഷത്തിനും കാരണമാകുന്നു. സുഹൃത്തുക്കളെ, ഇതിനിടയ്ക്ക് ഞാൻ ഒരുപാട് സൂത്രങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട്. കാരണം ഇതെല്ലാം ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ രത്നച്ചുരുക്കമാണ് നിങ്ങൾക്ക് തരുന്നത്. 108. ഭിക്ഷുക്കളെ, എന്തിനെ നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന സമയത്താണ് ഈ തരത്തിലുള്ള ചിന്തകൾ ഉദിക്കുന്നത്? ഞാൻ മറ്റുള്ളവരെക്കാളും ഉയർന്നവനാണ്, ഞാൻ മറ്റുള്ളവർക്ക് തുല്യനാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ ഹീനനാണ്. ഈ 3 തരത്തിലുള്ള ഭാവങ്ങളും എന്തുകൊണ്ടാണ് ഉദിക്കുന്നത്? ഭിക്ഷുക്കളെ, ഏത് സമയത്ത് കണ്ണുണ്ടോ ആ കണ്ണിനോട് ഒട്ടിപ്പിടിക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഈ 3 ചിന്തകളും ഉദിക്കുന്നത്. ഞാൻ മറ്റുള്ളവരെക്കാൾ കേമനാണ്, ഞാൻ മറ്റുള്ളവർക്ക് സമനാണ്, മറ്റുള്ളവരിനേക്കാളും ഹീനനാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള 5 ആയതനങ്ങളോടും നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഈ തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. ഇനി വീണ്ടും ഭഗവാൻ ഭിക്ഷുക്കളോട് ചോദിക്കുകയാണ്, ഭിക്ഷുക്കളെ, ഈ കണ്ണ്, കാത്, മൂക്ക്, നാവ്, ചെവി ഇതെല്ലാം നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ധേ. ഏതൊന്ന് അനിത്യമാണോ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ധേ. ഏതൊന്ന് അനിത്യവും ദുഃഖവുമാണോ അത് ഞാൻ എൻ്റെ എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല ബന്ധേ. 109. എന്താണ് ബന്ധനം? ഭിക്ഷുക്കളെ, കണ്ണാണ് ബന്ധനം. കണ്ണിനോടുള്ള ചന്തരാഗം, അതാണ് ബന്ധനം. ചന്തരാഗം എന്ന് പറയുമ്പോൾ ആസക്തിയും അതേപോലെ തന്നെ ആസ്വാദനവും. അതേപോലെ തന്നെ ബാക്കിയുള്ള 5 ആയതനങ്ങൾ, അതാണ് ബന്ധനം. അതിനോടുള്ള ചന്തരാഗം ആണ് ബന്ധനം. 114. ഭിക്ഷുക്കളെ, കണ്ണുകൊണ്ട് കാണുന്ന രൂപം അത് മനസ്സിന് അനുകൂലമാണ്, ഇഷ്ടമാണ്, സുഖമുള്ളതാണ്, സന്തോഷിപ്പിക്കുന്നതാണ്, ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നതാണ്, രസിപ്പിക്കുന്നതാണ്. ഒരു ഭിക്ഷു അതിൽ ആസ്വദിക്കുകയാണെങ്കിൽ, അതിനെ സ്വാഗതം ചെയ്യുകയാണ് എങ്കിൽ, അതിനോട് ഒട്ടിപ്പിടിക്കുകയാണ് എങ്കിൽ, ആ ഭിക്ഷു മാരൻ്റെ കെണിയിൽ അകപ്പെട്ടു. ആ ഭിക്ഷു മാരൻ്റെ നിയന്ത്രണത്തിലായി. ആ ഭിക്ഷു മാരൻ്റെ ബന്ധനത്തിലായി. ആ മാരൻ എന്താഗ്രഹിച്ചു കഴിഞ്ഞാലും അത് ആ ഭിക്ഷുവിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ബാക്കിയുള്ള 5 ആയതനങ്ങൾ, അതായത് ഈ 5 ആയതനങ്ങളിൽ സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ, അത് തന്നെയാണ് മാരൻ നമ്മളെ ബന്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. 117. ഇന്ദ്രിയ സുഖങ്ങൾ. ഭഗവാൻ പറഞ്ഞു, ഭിക്ഷുക്കളെ, ഞാൻ സംബോധിക്ക് മുൻപ് എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും ഇതിനു മുൻപ് അനുഭവിച്ചിരുന്ന ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് എൻ്റെ മനസ്സ് ഓടിപ്പോകുന്നു. അല്ലെങ്കിൽ വർത്തമാനകാലത്തുള്ള ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് എൻ്റെ മനസ്സ് ഓടിപ്പോകുന്നു. അതേപോലെ തന്നെ ഭാവിയിലുള്ള ഇന്ദ്രിയ സുഖത്തിലേക്ക് എൻ്റെ മനസ്സ് ഓടിപ്പോകുന്നു. അതിനാൽ ഞാൻ എൻ്റെ ക്ഷേമത്തിനായിക്കൊണ്ട് ഞാൻ നിയന്ത്രണം പാലിക്കണം, സതി പുഷ്ടമാക്കണം. എൻ്റെ മനസ്സിനെ ഈ 5 ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നും സംരക്ഷിക്കണം. അതിനാൽ ഭിക്ഷുക്കളെ, നിങ്ങളും ഇതേപോലെ തന്നെ വിചാരിക്കണം. നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കണം, സതി ഉണ്ടാക്കണം. 118. ഒരിക്കൽ സക്ക ഭഗവാന്റെ അടുത്ത് പോയിട്ട് എന്നിട്ട് അദ്ദേഹത്തെ വന്നിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു, ബന്ധേ, എന്തുകൊണ്ടാണ് ചിലർക്ക് ഈ ജീവിതത്തിൽ തന്നെ നിബ്ബാണം കിട്ടുന്നത്? എന്തുകൊണ്ടാണ് ചിലർക്ക് ഈ ജീവിതത്തിൽ നിബ്ബാണം കിട്ടാത്തത്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദേവേന്ദ്ര, കണ്ണുകൊണ്ട് കാണപ്പെടുന്ന രൂപം അത് ഇഷ്ടമാണ്, ആഗ്രഹിക്കുന്നതാണ്, അനുകൂലമാണ്, സുഖിപ്പിക്കുന്നതാണ്, ഇന്ദ്രിയങ്ങളെ രസിപ്പിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ഭിക്ഷു അതിൽ സുഖം കണ്ടെത്തുകയാണ്, അതിനെ സ്വാഗതം ചെയ്യുകയാണ്, അതിനോട് ഒട്ടിപ്പിടിക്കുകയാണ് എങ്കിൽ ആ ഭിക്ഷുവിൻ്റെ വിജ്ഞാനം അതിനെ ആശ്രിതമാക്കി അതിനോട് ഒട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ഉപാദാനമുള്ള ഭിക്ഷുവിന് ഒരിക്കലും നിബ്ബാണം കിട്ടില്ല. ഇവിടെ ഉപാദാനം എന്ന് പറയുന്നത് ഒട്ടിപ്പിടിക്കൽ, ഈ 5 ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ഒട്ടിപ്പിടിക്കൽ. അതേപോലെ തന്നെ ബാക്കിയുള്ള 5 ആയതനങ്ങളിലും അതിൽ സുഖമുണ്ടാകുന്ന സമയത്ത് അതിനെ ആസ്വദിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിക്ക് ഉപാദാനമുണ്ട്, ഒട്ടിപ്പിടിക്കലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിബ്ബാണം കിട്ടുന്നില്ല. ഇതിന് വിപരീതമായിട്ട് 5 ഇന്ദ്രിയങ്ങളിലും സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ആ ഭിക്ഷു അതിനെ ആസ്വദിക്കുന്നില്ല, സ്വാഗതം ചെയ്യുന്നില്ല, അതിനോട് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ആ ഭിക്ഷുവിന് നിബ്ബാണം ലഭിക്കുന്നു. 120. ഒരിക്കൽ ആയുഷ്മാൻ സാരിപുത്തൻ ജേതവനത്തിൽ വിഹരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഭിക്ഷു അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, ബന്ധേ, എൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം ഭിക്ഷു ജീവിതം ഉപേക്ഷിച്ച് ഗൃഹസ്ഥനായിട്ട് തീർന്നു. അപ്പോൾ സാരിപുത്തൻ പറഞ്ഞു, ശരിയാണ് മിത്രമേ, ഏതൊരു വ്യക്തി തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നില്ലയോ, ഭക്ഷണത്തിന് മാത്ര അറിയുന്നില്ലയോ, ജാഗരികോ
അല്ലെങ്കിൽ എപ്പോഴും ജാഗ്രതൻ ആയിട്ട് ഇരിക്കുന്നില്ലയോ, ആ വ്യക്തിക്ക് ബ്രഹ്മചര്യ ജീവിതം സാധിക്കുന്നതല്ല. എന്നാൽ ഏതൊരു വ്യക്തി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നുവോ, ഭക്ഷണത്തിൻ്റെ മാത്ര അറിയുന്നുവോ, ജാഗരികത അല്ലെങ്കിൽ എപ്പോഴും ജാഗ്രതയോടുകൂടി വർത്തിക്കുന്നുവോ, ആ ഭിക്ഷുവിന് മാത്രമേ ബ്രഹ്മചര്യ ജീവിതം സാധിക്കുകയുള്ളൂ. മിത്രമേ, എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത്? കണ്ണുകൊണ്ട് ഒരു രൂപത്തെ കാണുന്ന സമയത്ത് ആ ഭിക്ഷു അതിൻ്റെ നിമിത്തത്തെയോ അതിൻ്റെ വിശദാംശങ്ങളിലേക്കോ പോകുന്നില്ല. അതായത് നമ്മൾ രൂപത്തെ കാണുന്ന സമയത്ത് ആ രൂപം എന്താണ്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്, അതിനൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഒരു രൂപത്തെ ശ്രദ്ധിച്ചു അത്രമാത്രം. ബാക്കിയുള്ളൊരു ചിന്തയെയും മനസ്സിലേക്ക് കടന്നു വരാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. എന്തെന്നാൽ നമ്മുടെ കണ്ണിനെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അകുശലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ വരും. അതായത് രാഗം, ദ്വേഷം എന്ന് പറഞ്ഞിട്ടുള്ളത് വരും. പക്ഷേ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ വരുന്നതല്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള 5 ആയതനങ്ങളെയും നമ്മൾ നിയന്ത്രിക്കണം. എങ്ങനെയാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ മാത്ര അറിയുന്നത്? ഭിക്ഷു, നമ്മൾ ഭക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വേണം ഭക്ഷിക്കാൻ. ഞാൻ ഇത് സ്വാദിന് വേണ്ടിയിട്ടോ സന്തോഷത്തിന് വേണ്ടിയിട്ടോ രസത്തിന് വേണ്ടിയിട്ടോ ശരീരത്തെ തടിപ്പിക്കാനോ ശരീരത്തിനെ സുന്ദരമാക്കുവാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത്. ബ്രഹ്മചര്യ ജീവിതത്തിന് ഈ ശരീരത്തെ ധാരണം ചെയ്യുന്നതിനും പഴയ വേദനകളെ ഇല്ലാതാക്കുന്നതിനും പുതിയ വേദനകളെ ഉണ്ടാക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത്. ഈ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. മിത്രമേ, എങ്ങനെയാണ് നമ്മൾ ജാഗരികത, അതായത് ജാഗ്രത ഉണ്ടാക്കുന്നത്? മിത്രമേ, ദിനത്തിൽ നമ്മൾ നടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും നമ്മുടെ മനസ്സിലെ തടസ്സങ്ങളെ ശുദ്ധീകരിക്കുന്നു. അതേപോലെ തന്നെ രാത്രിയുടെ ആദ്യത്തെ യാമത്തിൽ, അതായത് ആദ്യത്തെ 4 മണിക്കൂർ നടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും നമ്മുടെ മനസ്സിനെ ആവരണീയ ധർമ്മത്തിൽ നിന്നും ശുദ്ധീകരിക്കുന്നു. ഇടയ്ക്കുള്ള യാമത്തിൽ, മധ്യയാമത്തിൽ ആ ഭിക്ഷു വലതുവശം ചരിഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാനുള്ള സമയത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് സതീസമ്പജന്യത്തോടുകൂടി ഇരിക്കുന്നു. ഇനി ഉണർന്നതിന് ശേഷം രാത്രിയുടെ 3-ാമത്തെ യാമത്തിൽ വീണ്ടും നടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും മനസ്സിനെ ആവരണീയ ധർമ്മങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതായത് 24 മണിക്കൂറും ഇതേപോലെ തന്നെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. രാത്രിയിൽ 4 മണിക്കൂർ മാത്രം റെസ്റ്റ്, ബാക്കിയുള്ള സമയത്ത് ഇരുന്നു കൊണ്ടും നടന്നുകൊണ്ടും മാറി മാറി നമ്മൾ പരിശീലിക്കണം. അതായത് ചിലർ പറയാറുണ്ട് ഇരിക്കലിൻ്റെ ആവശ്യമില്ല, നടക്കൽ മാത്രം. അതേപോലെ തന്നെ ചിലർ പറയുന്നുണ്ട് നടക്കരുത്, ഇരിക്കൽ മാത്രം എന്ന് പറയാറുണ്ട്. പക്ഷെ അത് രണ്ടും തെറ്റാണ്. നമ്മൾ നടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും അഭ്യസിക്കണം. ഇരുന്ന് മടുക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നടക്കണം. നടന്നു മതിയാകുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇരുന്ന് ധ്യാനിക്കണം. 121 രാഹുലോവാദ സൂത്ത. ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ അനാഥപിണ്ഡകൻ്റെ വിഹാരത്തിൽ വർത്തിക്കുകയായിരുന്നു. ഭഗവാൻ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു കാര്യം കടന്നു വന്നു. നിർവ്വാണത്തിന് ഉതകുന്ന ധർമ്മങ്ങൾ രാഹുലിൻ്റെ മനസ്സിൽ പൂർത്തിയായി. അതിനാൽ ആസവങ്ങളെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ രാഹുലിന് ഉപദേശിച്ചു കൊടുക്കണം. അതിനുശേഷം ഭഗവാൻ രാഹുലിനെയും കൂട്ടി ഒരു കാട്ടിൽ ഒരു വൃക്ഷത്തിൻ്റെ മൂലത്തിൽ പോയി ഇരുന്നു. എന്നിട്ട് ആയുഷ്മാൻ രാഹുലിനോട് ഇങ്ങനെ ചോദിച്ചു, രാഹുല, കണ്ണ് നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ധേ. ഏതൊന്ന് അനിത്യമാണോ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ധേ. ഏതൊന്ന് അനിത്യമാണോ ദുഃഖമാണോ അതിനെ ഞാൻ എൻ്റെ ആത്മാവ് എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല ബന്ധേ. രാഹുല, രൂപം നിത്യമാണോ അനിത്യമാണോ? വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നു. വീണ്ടും ചക്ഷുവിൻ്റെ വിജ്ഞാനം, ചക്ഷുവിൻ്റെ സ്പർശം, ചക്ഷുവിൻ്റെ വേദന, ഇതെല്ലാം നിത്യമാണോ അനിത്യമാണോ എന്ന് ചോദിക്കുന്നു. എല്ലാം അനിത്യമാണ് എന്ന് പറയുന്നു. ഇതേപോലെ തന്നെയുള്ള ബാക്കിയുള്ള 5 ഇന്ദ്രിയങ്ങളിലും ഇതേപോലെ തന്നെ ചോദിക്കുന്നു. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു ഭിക്ഷു, ആ വ്യക്തിക്ക് രാഗം ഉണ്ടാകുന്നില്ല എങ്കിൽ ആ വ്യക്തി വിമുക്തനാകുന്നു. 127 ഒരിക്കൽ ഉദയന രാജാവ് ഭാരദ്വാജ ഭിക്ഷുവിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തെ വന്ദിച്ചതിന് ശേഷം ഇങ്ങനെ ചോദിച്ചു, ബന്ദേ, എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഭിക്ഷുക്കൾ അവരുടെ മുടി ഇപ്പോഴും കറുത്താണ് ഇരിക്കുന്നത്? അവർ യൗവനത്തിലാണ് ഇരിക്കുന്നത്. അവർ ഒരിക്കലും ഇന്ദ്രിയസുഖങ്ങൾ അനുഭവിച്ചിട്ടില്ല. എങ്ങനെയാണ് അവർക്ക് ഇത്രയും പരിശുദ്ധമായിട്ടുള്ള ബ്രഹ്മചര്യ ജീവിതം നയിക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ആയുഷ്മാൻ ഭരദ്വാജൻ രാജാവിനോട് പറഞ്ഞു, ഭഗവാൻ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറയുന്നു, ഭിക്ഷുക്കളെ, നിങ്ങളെക്കാളും പ്രായമുള്ള സ്ത്രീകളെ നിങ്ങളുടെ അമ്മമാരായിട്ടും നിങ്ങളുടെ സമപ്രായ
ആയിട്ടുള്ള സ്ത്രീകളെ നിങ്ങളുടെ സഹോദരിമാരായിട്ടും നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞവരെ നിങ്ങളുടെ പുത്രിമാരായിട്ടും കാണണം. അങ്ങനെ പറയുന്നത് കൊണ്ടാണ് രാജാവേ ഈ ഭിക്ഷുക്കൾക്ക്, ഈ യൗവനയുക്തരായിട്ടുള്ള ഭിക്ഷുക്കൾക്ക് ബ്രഹ്മചര്യ ജീവിതം നയിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഉദയന രാജാവ് ഭാരദ്വാജ ഭിക്ഷുവിനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, ചിലപ്പോൾ നമ്മളെക്കാളും മുതിർന്ന സ്ത്രീകളോട്, അതേപോലെ തന്നെ നമ്മളുടെ സമപ്രായമായിട്ടുള്ള സ്ത്രീകളോടും, അതേപോലെ തന്നെ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ സ്ത്രീകളോടും ചിലപ്പോൾ നമ്മൾക്ക് തെറ്റായിട്ടുള്ള വിചാരങ്ങൾ വരാറുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ യൗവനയുക്തരായിട്ടുള്ള ഭിക്ഷുക്കൾ ബ്രഹ്മചര്യ ജീവിതം നയിക്കുന്നത്? മഹാരാജാവേ, ഭഗവാൻ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറയുന്നു, ഭിക്ഷുക്കളെ, നിങ്ങൾ തലമുതൽ പാദം വരെ ഉള്ള ഈ ശരീരത്തെ പലതരത്തിലുള്ള അശുഭ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് നിങ്ങൾ കാണണം. അതായത് ഈ ശരീരത്തിൽ മുടിയുണ്ട്, പല്ലുകളുണ്ട്, നഖങ്ങളുണ്ട്, അസ്ഥികളുണ്ട്, ഹൃദയമുണ്ട്, വൃക്കകളുണ്ട്, മൂത്രമുണ്ട്, പുരീഷമുണ്ട്, ചലമുണ്ട്, രക്തമുണ്ട്. അങ്ങനെ 32 അശുഭ വസ്തുക്കൾ ചേർന്നതാണ് ഈ ശരീരം എന്ന് നമ്മൾ കാണണം. അങ്ങനെ കാണുന്നത് കൊണ്ടാണ് ഈ ഭിക്ഷുക്കൾ ശുദ്ധമായിട്ടുള്ള ബ്രഹ്മചര്യ ജീവിതം നയിക്കുന്നത്. അപ്പോൾ ഉദയന രാജാവ് ഭരദ്വാജനോട് പറഞ്ഞു, ബന്ദേ, മുതിർന്ന പക്വമായിട്ടുള്ള ഭിക്ഷുക്കൾക്ക് ഇത് വളരെ എളുപ്പമാണ്. പക്ഷേ ഏതൊരു ഭിക്ഷു ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിച്ചിട്ടില്ലയോ ആ ഭിക്ഷുവിന് അതും എളുപ്പമല്ല. ശരീരം വൃത്തികെട്ടതാണ് എന്ന് നമ്മൾക്ക് അറിയാവുന്നതാണ്. എങ്കിലും നമ്മൾ ചിലപ്പോൾ ആ ശരീരത്തെ സുന്ദരമായിട്ട് കാണാൻ തുടങ്ങുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഭിക്ഷുക്കൾ ബ്രഹ്മചര്യ ജീവിതം നയിക്കുന്നത്? അപ്പോൾ അദ്ദേഹം മഹാരാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, ഭഗവാൻ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറയുന്നു, ഭിക്ഷുക്കളെ വരിക, നിങ്ങൾ ഇനി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. കണ്ണുകൊണ്ട് ഒരു രൂപത്തെ കാണുന്ന സമയത്ത് അതിൻ്റെ നിമിത്തത്തെയോ അതിൻ്റെ വിശദാംശങ്ങളെയോ പരിശോധിക്കരുത്. നിങ്ങൾ അതിനെ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ അകുശലങ്ങളായിട്ടുള്ള ഒരുപാട് രാഗദ്വേഷങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കുന്നതാണ്. അതിനാൽ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക, നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കുക. അതേപോലെ തന്നെ ബാക്കിയുള്ള 5 ആയതനങ്ങളിലും അതിൻ്റെ വിഷയം വരുന്ന സമയത്ത് അതിൻ്റെ നിമിത്തത്തെയോ വിശദാംശങ്ങളെയോ പരിശോധിക്കരുത്. അങ്ങനെ ഇന്ദ്രിയ സംവരം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അകുശലങ്ങളായിട്ടുള്ള ധർമ്മങ്ങൾ ഒന്നും തന്നെ വരുന്നതല്ല. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ആ ഭിക്ഷുക്കൾക്ക് ബ്രഹ്മചര്യ ജീവിതം നയിക്കാൻ സാധിക്കുന്നത്. 134 ദേവദാഹ. ഒരിക്കൽ ഭഗവാൻ ദേവദാഹ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു, ഭിക്ഷുക്കളെ, എല്ലാ ഭിക്ഷുക്കളോടും ഞാൻ 6 ഇന്ദ്രിയങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കണം എന്ന് പറയുന്നില്ല, ജാഗ്രതയോടെ ഇരിക്കരുത് എന്നും പറയുന്നില്ല. അർഹന്തരായിട്ടുള്ള ഭിക്ഷുക്കൾ അവർക്ക് 6 ഇന്ദ്രിയങ്ങളിൽ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഒരിക്കലും ജാഗ്രത ഇല്ലാതാകുന്നില്ല. അതിനാൽ അവർക്ക് ഇത് ബാധകമല്ല. എന്നാൽ അർഹന്തൻ ഒഴികെയുള്ള ബാക്കിയുള്ള ഭിക്ഷുക്കൾക്ക് അവർ തീർച്ചയായിട്ടും ഈ 6 ഇന്ദ്രിയങ്ങളിൽ നിയന്ത്രണം വയ്ക്കേണ്ടതുണ്ട്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ കണ്ണുകൊണ്ട് രൂപത്തെ കാണുന്ന സമയത്ത് ഒരുപക്ഷെ അത് ഇഷ്ടമാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇഷ്ടമല്ലാതെ ഇരിക്കാം. ഇത് രണ്ടും നമ്മുടെ മനസ്സിനെ ബാധിക്കാതിരിക്കാൻ നമ്മൾ വീണ്ടും വീണ്ടും അഭ്യസിക്കണം. അങ്ങനെ അഭ്യസിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വീര്യം ഉണരുന്നു, സതി ഉണരുന്നു, ശരീരം പ്രശാന്തമാകുന്നു, മനസ്സ് സമാധിഷ്ഠമാകുന്നു. ഇതുകൊണ്ടാണ് ഭിക്ഷുക്കളെ ഞാൻ പറഞ്ഞത് ഈ 6 ആയതനങ്ങളിലും നമ്മൾ വളരെയധികം ജാഗ്രത പുലർത്തണം എന്ന് പറയുന്നത്. 136 ഭിക്ഷുക്കളെ, ദേവന്മാരും മനുഷ്യന്മാരും രൂപത്തിൽ ആസ്വദിക്കുന്നു, അതിനെ ആഹ്ലാദിക്കുന്നു. പക്ഷേ ആ രൂപം മാറുന്ന സമയത്ത്, അത് നിരോധമാകുന്ന സമയത്ത് ദേവന്മാരും മനുഷ്യന്മാരും ദുഃഖിതരാകുന്നു. അതേപോലെ തന്നെ വെളിയിലുള്ള 6 ആയതനങ്ങളിലും ദേവന്മാരും മനുഷ്യന്മാരും ആസ്വദിക്കുന്നു. പക്ഷേ അത് മാറുന്ന സമയത്ത് ദേവന്മാരും മനുഷ്യന്മാരും ദുഃഖിക്കുന്നു. എന്നാൽ ഭിക്ഷുക്കളെ, അർഹന്തനായിട്ടുള്ള തഥാഗതൻ, അദ്ദേഹം ആ രൂപത്തിൻ്റെ ഉൽപ്പത്തി, വിനാശം, ആസ്വാദനം, അപകടം, അതിൽ നിന്ന് വെളിയിൽ വരൽ ഇവയെ അറിയുന്നുണ്ട്. അതിനാൽ തഥാഗതൻ ഒരിക്കലും രൂപത്തിൽ ആസ്വദിക്കുന്നില്ല, അതിൽ ആഹ്ലാദിക്കുന്നില്ല, അതിനെ അഭിനന്ദിക്കുന്നില്ല. അപ്പോൾ ആ രൂപം മാറുന്ന സമയത്ത്, നിരോധമാകുന്ന സമയത്ത് തഥാഗതൻ സന്തോഷത്തോടു കൂടി തന്നെയാണ് വസിക്കുന്നത്. അതേപോലെ തന്നെ വെളിയിലുള്ള ബാക്കി 5 ആയതനങ്ങളെക്കുറിച്ചിട്ടും പറയുന്നു. അതായത് ശബ്ദം, ഗന്ധം, രസം തുടങ്ങിയവ. മനുഷ്യന്മാരും ദേവന്മാരും അതിൽ ആസ്വദിക്കുന്നു. അപ്പോൾ അത് ഇല്ലാതാകുന്ന സമയത്ത് മനുഷ്യന്മാരും ദേവന്മാരും ദുഃഖിക്കുന്നു. പക്ഷേ തഥാഗതൻ അതിൽ ദുഃഖിക്കുന്നില്ല.
146 ഭിക്ഷുക്കളെ, ഞാൻ നിങ്ങൾക്ക് പഴയ കർമ്മങ്ങളും കർമ്മങ്ങളുടെ നിരോധനവും കർമ്മങ്ങളുടെ നിരോധനത്തിലുള്ള വഴിയും ഞാൻ പറഞ്ഞുതരാം. ഭിക്ഷുക്കളെ, എന്താണ് പഴയ കർമ്മം? ഭിക്ഷുക്കളെ, കണ്ണാണ് പഴയ കർമ്മം. അത് നമ്മളുടെ ചേതനയാൽ സൃഷ്ടമായതാണ്. അതിനെ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള 5 ആയതനങ്ങളും അത് പഴയ കർമ്മമാണ്. ഭിക്ഷുക്കളെ, എന്താണ് പുതിയ കർമ്മം? നമ്മൾ ഇപ്പോൾ ശരീരം കൊണ്ടും വാണി കൊണ്ടും മനസ്സുകൊണ്ടും എന്തൊരു പ്രവൃത്തി ചെയ്യുന്നുവോ അതാണ് പുതിയ കർമ്മം. എന്താണ് കർമ്മങ്ങളുടെ നിരോധം? നമ്മൾ കായസംസ്കാരങ്ങളിൽ നിന്നും വചീ സംസ്കാരങ്ങളിൽ നിന്നും മനോസംസ്കാരങ്ങളിൽ നിന്നും വിമുക്തമാകുന്നു. അപ്പോഴാണ് കർമ്മങ്ങൾക്ക് നിരോധമാകുന്നത്. ആ കർമ്മങ്ങൾക്ക് നിരോധമാകാനുള്ള വഴി എന്താണ്? അതാണ് ഈ അഷ്ടാംഗമാർഗം. 147 ഭിക്ഷുക്കളെ, ഞാൻ നിബ്ബാണത്തിനുള്ള മാർഗം നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം. ഒരു ഭിക്ഷു കണ്ണിനെ അനിത്യമായിട്ട് കാണുന്നു, രൂപത്തെ അനിത്യമായിട്ട് കാണുന്നു, ചക്ഷുവിജ്ഞാനം, ചക്ഷുസ്പർശം, ചക്ഷുസ്പർശനത്തിലുണ്ടായിട്ടുള്ള വേദന, അതിനെല്ലാം അനിത്യമായിട്ട് കാണുന്നു. അതേപോലെ തന്നെയുള്ള ബാക്കി 5 ആയതനങ്ങളെയും ഇതേപോലെ തന്നെ അനിത്യമായിട്ട് കാണണം. അല്ലെങ്കിൽ അടുത്തതായിട്ട് ഈ എല്ലാ കാര്യങ്ങളെയും ദുഃഖമായിട്ട് കണ്ടു കഴിഞ്ഞാലും മുക്തി ഉണ്ടാവും. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും അനാത്മമായിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും മുക്തി ഉണ്ടാവും. ഭിക്ഷുക്കളെ, എന്തിനാണ് ഈ ബ്രഹ്മചര്യ ജീവിതം നയിക്കുന്നത് എന്ന് മറ്റുള്ള ഭിക്ഷുക്കൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? ദുഃഖത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ എന്താണ് ദുഃഖം? ഈ 5 ആയതനങ്ങളും അവയുടെ വിഷയങ്ങളും അതിൻ്റെ വിജ്ഞാനവും അതിൻ്റെ സ്പർശവും അതിൻ്റെ വേദനയും എല്ലാം തന്നെ ദുഃഖമാണ്. 153 ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. വിശ്വാസത്താൽ അല്ലാതെ, ചിന്തയാലല്ലാതെ, ദർശനങ്ങളല്ലാതെ നമ്മൾക്ക് അർഹന്തനായി എന്ന് പറയാൻ സാധിക്കുമോ? അതായത് സ്വയം നമ്മൾ അർഹന്തനായി എന്ന് നമ്മൾ എങ്ങനെ അറിയും? ഭിക്ഷുക്കളെ, കണ്ണുകൊണ്ട് നമ്മൾ രൂപത്തെ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ രാഗദ്വേഷ മോഹങ്ങൾ ഉണ്ടാകുകയാണ് എങ്കിൽ ആ ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മുടെ ഉള്ളിൽ രാഗദ്വേഷ മോഹം ഉണ്ട്. നമ്മുടെ ഉള്ളിൽ രാഗദ്വേഷം മോഹം ഇല്ലെങ്കിൽ ആ ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കുന്നു, എൻ്റെ ഉള്ളിൽ രാഗദ്വേഷ മോഹം ഇല്ല. ഇങ്ങനെയാണ് വിശ്വാസങ്ങളാലോ ദർശനങ്ങളാലോ ഫിലോസഫികളാലോ അല്ലാതെ നമ്മൾക്ക് സ്വയം നമ്മൾ അർഹന്തനായോ ഇല്ലയോ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള ആയതനങ്ങളെയും നമ്മൾ നോക്കണം. ഈ 6 ആയതനങ്ങളിലും നമുക്ക് രാഗദ്വേഷ മോഹങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾ അർഹന്തനായിട്ടില്ല. ഇനി രാഗദ്വേഷ മോഹങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ അർഹന്തനായി. ഇത് മറ്റാരോടും ചോദിക്കേണ്ടതില്ല, നമ്മൾക്ക് സ്വയം നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. അതായത് നമ്മൾ മുക്തനിലേക്ക് പോകുന്നുണ്ടോ, മുക്തിയിലേക്ക് പോകുന്നുണ്ടോ എന്നറിയാൻ ഉപകരിക്കുന്ന ഒരു അളവുകോലാണ് ഇത്.